the blessed name of our Lord Jesus Christ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഒരിക്കൽ കൂടെ ഞങ്ങൾ നിങ്ങളെ എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. For our meditation, let us turn to Romans 13th chapter verse 11. നമ്മുടെ ധ്യാനത്തിനായി റോമർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം വായിക്കാം. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. And that knowing the time that now it is high time to awake out of sleep, for now is our salvation nearer than when we believed. Praise the Lord. ദൈവത്തിന് സ്തോത്രം. Now from the first day onwards we are meditating the signs of the last day. ഒന്നാം ദിവസം തുടങ്ങി അന്ത്യനാളുകളുടെ ലക്ഷണങ്ങളെ കുറിച്ച് നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. On the first day we saw that secret coming is the doctrine of the Lord. ഒന്നാം ദിവസത്തിൽ കർത്താവിന്റെ രഹസ്യ വരവ് എന്നത് യേശു തന്നെ പ്രസ്താവിച്ച ഒരു ഉപദേശം ആകുന്നു എന്ന് നാം കണ്ടു. If it is a human teaching, you have an option. You can change it as you like it. അതൊരു മാനുഷികമായ ഉപദേശമോ പ്രബോധനമോ ആയിരുന്നെങ്കിൽ ഒരു തിരഞ്ഞെടുപ്പിന്റെ അവസരം നിങ്ങൾക്ക് കിട്ടിയേനെ. But if it is the doctrine or the will of the Lord, we have no other option. എന്നാൽ അതേ സമയത്തിൽ അതൊരു ഉപദേശം അഥവാ അത് ദൈവഹിതമാകുന്നുവെങ്കിൽ നമ്മുടെ മുൻപാകെ മറ്റൊരു തിരഞ്ഞെടുപ്പ് എന്നത് ഇല്ല. And we also saw that early church longed for the return of Christ because they went through a path of suffering. മാത്രമല്ല ആദിമ സഭയിലെ ക്രൈസ്തവർ കഷ്ടതകളുടെ പാതയിൽ കൂടെ യാത്ര ചെയ്തതുകൊണ്ട് അവർ യേശുവിന്റെ മടങ്ങി വരവിനു വേണ്ടി ആകാംക്ഷയോടെ കാത്തിരുന്നു എന്നും നാം കണ്ടു. So if there is no suffering, we will not be able to wait ardently for the coming of the Lord. ആകയാൽ കഷ്ടങ്ങൾ നമുക്കില്ലെങ്കിൽ കർത്താവിന്റെ വരവിനു വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. Yesterday, according to 2 Timothy 3rd chapter verses 1 to 5, തിമോഥെയോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ഇന്നലെ നാം കണ്ടു. we need not go outside to see the signs. ഈ അടയാളങ്ങളെ തേടി നാം പുറത്തെങ്ങും പോകേണ്ടുന്ന കാര്യം ഇല്ല. In our own midst, there certain signs are happening. നമ്മുടെ നടുവിൽ തന്നെ ചില അടയാളങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുന്നു. About 19 points we were able to meditate yesterday. ഇന്നലെ നാം അതിൽ ഏകദേശം 19ഓളം കാര്യങ്ങൾ ധ്യാനിച്ചു. And the last point, having the form of godliness and denying the power thereof. അതിൽ അവസാനമായി നാം ചിന്തിച്ചത് ഭക്തിയുടെ വേഷം ധരിച്ചവരായി ജീവിക്കുകയും അതേസമയം അതിന്റെ ശക്തിയെ ത്യജിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നു. So if you are denying the power and you are unable to stand for divine healing, in a way you are fulfilling the sign of the last days. ആകയാൽ നിങ്ങൾ ശക്തിയെ ത്യജിക്കുകയും ദൈവിക രോഗശാന്തിക്ക് വേണ്ടി സ്ഥിരമായി നിൽക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ, ഒരു രീതിയിൽ പറയുന്നെങ്കിൽ അന്ത്യനാളുകളുടെ അടയാളമായി നിങ്ങൾ മാറുന്നു. ആ അടയാളം നിങ്ങളിൽ നിറവേറിക്കൊണ്ടിരിക്കുന്നു. Because when Christ cometh, not only you will be caught up, but your bodies will be transformed into glorious body. കാരണം ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങൾ എടുത്തുകൊള്ളപ്പെടും എന്നത് മാത്രം അല്ല, നിങ്ങളുടെ ശരീരങ്ങൾ തേജസ്സേറിയ ശരീരങ്ങളായി രൂപാന്തരപ്പെടുകയും ചെയ്യും. For that the great power has to operate on that particular moment. അതിനുവേണ്ടി ആ നിർണായക നൊടിയിടപ്പൊഴുതിൽ നമ്മുടെ ശരീരങ്ങളിൽ അത്രയ്ക്കും വലുതായ ഒരു ശക്തി വ്യാപരിക്കേണ്ടിയിരിക്കുന്നു. If that power has to operate at that moment, unless it operates now, how you can expect that operate on that particular moment? ആ നൊടിപ്പൊഴുതിൽ ആ ശക്തിയുടെ വ്യാപാരം ഉണ്ടാകണം എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ നമുക്ക് ആ ശക്തിയുടെ വ്യാപാരം അനുഭവിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അന്ന് ആ ക്ഷണത്തിൽ ആ ശക്തി വ്യാപരിക്കും എന്ന് നമുക്ക് എങ്ങനെ പറയുവാൻ കഴിയും? That's why it's always better to stand for divine healing. അതുകൊണ്ടാകുന്നു എല്ലായ്പ്പോഴും ദൈവിക രോഗശാന്തിക്ക് വേണ്ടി നിൽക്കുന്നതാകും നമുക്ക് ഏറെ നന്ന്. And also we could not meditate, but the second secret of our strength is life of faith. നമുക്ക് ഇന്നലെ ധ്യാനിക്കുവാൻ കഴിഞ്ഞില്ല. നമ്മുടെ ശക്തിയുടെ രണ്ടാമത്തെ രഹസ്യം, വിശ്വാസത്തിന്റെ രണ്ടാമത്തെ രഹസ്യം എന്തെന്ന് വെച്ചാൽ ഒരു വിശ്വാസ ജീവിതമാകുന്നു. In the ministry that we are doing, the secret is we live by faith. ഞങ്ങൾ ചെയ്യുന്ന ഈ ശുശ്രൂഷയുടെ രഹസ്യം വിശ്വാസ ജീവിതം ആകുന്നു. In Psalms 50 verse 12 we read, 50-ാം സങ്കീർത്തനത്തിന്റെ 12-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു:
എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല, ഭൂലോകവും അതിന്റെ നിറവും എന്റേതത്രേ. If I were hungry, I would not tell thee, for the world is mine and the fullness thereof. That was the earlier consecration of our servants of God who were in this mission. ഈ മിഷനിൽ കാണപ്പെട്ട പ്രാരംഭ സുവിശേഷ പ്രവർത്തകരുടെ തീരുമാനം, അവരുടെ അവസ്ഥ അതായിരുന്നു. When the work was started, so many other Pentecostal pastors also were with us. ഈ വേല ആരംഭിച്ച ആ നാളുകളിൽ മറ്റനേകം പെന്തക്കോസ്ത് പാസ്റ്റർമാർ കൂടെ നമ്മോടുകൂടെ ഉണ്ടായിരുന്നു. And that time they were told to live by faith. Even for soap and blue, you must learn to live by faith. ആ നാൾക്കളിൽ വിശ്വാസ ജീവിതം അഭ്യസിക്കണമെന്ന് ഞങ്ങളോട് എല്ലാവരോടുമായി പറഞ്ഞു. ഏറ്റവും ചുരുങ്ങിയത് സോപ്പിനും നീലത്തിനാണെങ്കിൽ പോലും നാം അതിനായിട്ട് കൂടെ വിശ്വാസ ജീവിതം നയിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. So one of the leading Pentecostal pastor, ആകയാൽ ഒരു പ്രധാന പെന്തക്കോസ്ത് പാസ്റ്റർ, we can trust in God, but why should we trust God for soap and blue? നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കണം, അത് നന്ന്. എന്നാൽ സോപ്പിനും നീലത്തിനും കൂടെ കർത്താവിൽ ആശ്രയിക്കേണ്ട കാര്യമുണ്ടോ? So we don't want that type of consecration. അങ്ങനെയുള്ള ഒരു പ്രതിഷ്ഠ ഞങ്ങൾക്ക് വേണ്ട. They left us and started other Pentecostal churches. അവർ നമ്മെ വിട്ടു പോവുകയും മറ്റു പെന്തക്കോസ്ത് സഭകൾ ആരംഭിക്കുകയും ചെയ്തു. When the work in America started, അമേരിക്കയിലുള്ള നമ്മുടെ വേല ആരംഭിച്ചപ്പോൾ 2 weeks Pastor Freddy had no drink, no proper food. പാസ്റ്റർ ഫ്രെഡിക്ക് അവിടെ 2 ആഴ്ചക്കാലം ശരിയായ പാനീയമോ ഭക്ഷണമോ ഒന്നും ഉണ്ടായിരുന്നില്ല. The house that he was living was a Pentecostal house. അദ്ദേഹം പാർത്തിരുന്ന ഒരു ഭവനം, അതും ഒരു പെന്തക്കോസ്ത് ഭവനം തന്നെ ആയിരുന്നു. But they were other Pentecostals. അവർ മറ്റു പെന്തക്കോസ്ത് ഭാഗക്കാരായിരുന്നു. According to their rule, if you are hungry, if you want food, you must tell it. അവരുടെ പ്രമാണ പ്രകാരം നിങ്ങൾക്ക് വിശക്കുന്നെങ്കിൽ, നിങ്ങൾക്ക് കുടിക്കുവാൻ വേണമെങ്കിൽ നിങ്ങൾ അത് അവരോട് തുറന്നറിയിക്കണം. Pastor Freddy never told them. പാസ്റ്റർ ഫ്രെഡി ഒരിക്കൽ പോലും അത് പറഞ്ഞില്ല. So they thought he must have been drinking, he must have food. That's why he never asked us. അതുകൊണ്ട് അദ്ദേഹം കുടിക്കുന്നുണ്ടായിരിക്കാം, തനിക്ക് ഭക്ഷണം ലഭിക്കുന്നുണ്ടായിരിക്കാമെന്ന് അവർ ചിന്തിച്ചു. അതുകൊണ്ടാകാം താൻ തങ്ങളോട് ഒന്നും ചോദിക്കാതെ ഇരിക്കുന്നത് എന്നും അവർ വിചാരിച്ചു. After 2 weeks only they came to know he never had food, never had any drink. 2 ആഴ്ചകൾ കഴിഞ്ഞപ്പോഴായിരുന്നു അവർ മനസ്സിലാക്കിയത് അദ്ദേഹത്തിന് ഭക്ഷിക്കുവാൻ ഒന്നുമേ ഉണ്ടായിരുന്നില്ല, തനിക്ക് കുടിക്കുവാനും ഒന്നും കിട്ടിയിരുന്നില്ല. Sometimes you might have heard about it, but we have gone through that experience. ഒരു പക്ഷേ ചിലപ്പോഴെല്ലാം നിങ്ങൾ അത് കേട്ടിട്ടുണ്ടായിരിക്കാം, എന്നാൽ ഞങ്ങൾ ആ അനുഭവത്തിൽ കൂടെ കടന്നു പോയിരിക്കുന്നു. Days together without proper food, without even a proper drink. ദിനങ്ങൾ തുടർച്ചയായി ശരിയായ ഭക്ഷണമോ ശരിയായ പാനീയമോ ഇല്ലാതെ ഞങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. So after the blood of the saints of God only this work came to this standard. ആകയാൽ അങ്ങനെയുള്ള വിശുദ്ധന്മാരുടെ രക്തത്തിന്റെ വിധയാകുന്നു ഇന്ന് ഈ വേല ഇത്രയോളം ഒരു നിലയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. Nobody knew that what we were going through, because God told, when I am hungry, I will not tell you. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ലെന്ന് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ, അതുപോലെ തന്നെ ഞങ്ങൾ കടന്നുപോയ അവസ്ഥ എന്തെന്ന് മറ്റാരുമേ അറിഞ്ഞില്ല. In one convention in Delhi, ഡൽഹിയിൽ ഒരു കൺവെൻഷനിൽ all the believers got angry. They came from IPC church. വിശ്വാസികൾ പെട്ടെന്ന് കോപമുണ്ടായി. അവർ IPC സഭയിൽ നിന്ന് വന്നവർ ആയിരുന്നു. We will not give anything for this convention. ഞങ്ങൾ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നില്ല. We will see how you are conducting the convention. ഈ കൺവെൻഷൻ നിങ്ങൾ എങ്ങനെ നടത്തുന്നെന്ന് ഞങ്ങൾ കാണട്ടെ. Pastor Sam Paul had only 20 rupees in his hand. പാസ്റ്റർ സാം പോളിന്റെ കൈവശം ആകെ 20 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. He said, you go, but I trust in my God. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കൊള്ളുക, ഞാനോ എന്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നു. Trusted in God, with 20 rupees he started a central convention. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് 20 രൂപ കൈവശവും വച്ച് അദ്ദേഹം ഒരു സെന്റർ കൺവെൻഷൻ തുടങ്ങി. God supplied all the needs. സകല ആവശ്യങ്ങളും ദൈവം നൽകി. All the believers came and asked pardon. We never thought this much you have faith. ആ വിശ്വാസികൾ എല്ലാവരും വന്ന് ക്ഷമ ചോദിച്ചു, പാസ്റ്റർ അങ്ങേക്ക് ഇത്രയ്ക്കൊരു വിശ്വാസം ഉണ്ടെന്ന് ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. Sometimes without money, our servants of God is to walk miles together. ചിലപ്പോൾ കൈവശം പണം ഇല്ലാത്തത് കൊണ്ട് ദൈവ ശുശ്രൂഷകർക്ക് മൈലുകൾ കണക്ക് തുടർച്ചയായി നടക്കേണ്ടി വന്നിട്ടുണ്ട്. Once in Jammu area,
pastor went and he had no money to return back to the place. ഒരിക്കൽ ഒരു പാസ്റ്റർ ജമ്മുവിന്റെ പ്രദേശങ്ങളിലേക്ക് പോയി തനിക്ക് തന്റെ സ്ഥലത്തിലേക്ക് മടങ്ങുവാൻ കൈവശം പണം ഉണ്ടായില്ല. About nearly 60 kilometers are like. ഏകദേശം 60 കിലോമീറ്റർക്ക് അപ്പുറം ചെല്ലണമായിരുന്നു. And he walked back. അദ്ദേഹം നടന്നു മടങ്ങി. Nobody knew it. ആരും അത് അറിഞ്ഞില്ല. That was our secret. ഞങ്ങളുടെ രഹസ്യം അതായിരുന്നു. The moment that faith life is gone, we lose the power. ആ വിശ്വാസ ജീവിതം നഷ്ടപ്പെടുന്ന ക്ഷണത്തിൽ നമുക്ക് ആ ശക്തിയും നഷ്ടമാകുന്നു. So as a child of God, when you don't want to stand for divine healing, you cannot experience the power. ആകയാൽ ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ നിങ്ങൾ ദൈവിക രോഗശാന്തി അനുഭവിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ശക്തിയും അനുഭവിക്കുവാൻ കഴിയുകയില്ല. As a servant of God, and you also, if you don't exercise life of faith, you cannot experience that power. ഒരു ദൈവ ശുശ്രൂഷകൻ എന്ന നിലയിലായാൽ പോലും നിങ്ങളും വിശ്വാസ ജീവിതം അഭ്യസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും ആ ശക്തി ഉണ്ടാവുകയില്ല. Once we had an evangelistic rally in Colombo. ഒരിക്കൽ കൊളംബോയിൽ ഞങ്ങൾക്കൊരു സുവിശേഷ റാലി ഉണ്ടായിരുന്നു. All workers and believers came to the headquarters. ശുശ്രൂഷകർ വിശ്വാസികൾ എല്ലാവരും കേന്ദ്ര ആസ്ഥാനത്തിൽ കൂടി വന്നു. When they were about to go, the chief pastor told. അവർ പുറപ്പെടുവാൻ തുടങ്ങുന്ന സമയത്തിൽ ചീഫ് പാസ്റ്റർ പറഞ്ഞു, All the believers, their money, purses and money must leave it in the headquarters. എല്ലാ വിശ്വാസികളും നിങ്ങളുടെ കൈവശമുള്ള പേഴ്സും പണവും എല്ലാം ഫെയ്ത്ത് വിശ്വാസ ഭവനത്തിൽ വച്ചിട്ട് പോവുക. They told pastor, let the workers come empty pockets, but let us have money in our pocket. അവർ പറഞ്ഞു, പാസ്റ്റർ, ശുശ്രൂഷകർ വേണമെങ്കിൽ വെറും കൈയോടെ വന്നുകൊള്ളട്ടെ, എന്നാൽ ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ കാശ് ഇരിക്കട്ടെ. No, all your money must be in headquarters. ഇല്ലില്ല, എല്ലാവരും നിങ്ങളുടെ പണമൊക്കെയും കേന്ദ്ര ആസ്ഥാനത്തിൽ ഏൽപ്പിച്ചിട്ട് പോകണം. We will return it back, but you can't take any purse with you. നിങ്ങൾ മടങ്ങി വരുമ്പോൾ ഞങ്ങൾ അതൊക്കെ തിരികെ തന്നുകൊള്ളാം, എന്നാൽ ഇപ്പോൾ പോകുന്ന വഴിക്ക് ആരും പേഴ്സ് കൈവശം കൊണ്ടുപോകേണ്ട. First day it was a really path of trial. First day. ഒന്നാം ദിവസം അവർക്ക് അത് യഥാർത്ഥമായ വിശ്വാസത്തിന്റെ പരീക്ഷ തന്നെയായിരുന്നു. But second day onwards. രണ്ടാം ദിനം തുടങ്ങി. 7 days they walked all over the places, preached the gospel. God supplied all their needs. 7 ദിവസങ്ങൾ അവർ ചുറ്റുമുള്ള പ്രദേശങ്ങളിലൊക്കെയും ചുറ്റി കറങ്ങി വന്നു. എല്ലാ സ്ഥലങ്ങളിലും എല്ലാ നാളിലും ദൈവം അവരുടെ ആവശ്യങ്ങളൊക്കെയും നിറവേറ്റി കൊടുത്തു. Today when you say evangelical rally or convention, you go by car and other vehicles. എന്നാൽ ഇന്ന് സുവിശേഷ റാലി എന്നോ കൺവെൻഷൻ എന്നൊക്കെ നാം പറയുമ്പോൾ നാം കാറുകളിലോ മറ്റു വാഹനങ്ങളിലോ അവിടെ എത്തിച്ചേരുന്നു. But those days we walked. അന്നാളുകളിൽ ഞങ്ങളോ നടന്നു ചെന്നു. Sometimes we cannot even ask, because in Ceylon you cannot ask food or drink from other people. കാരണം സിലോണിൽ മറ്റു ആളുകളിൽ നിന്നും നമുക്ക് ഭക്ഷണമോ പാനീയമോ ചോദിക്കുവാൻ പോലും പാടില്ലായിരുന്നു. So dear child of God, that is the secret of our ministry. ആകയാൽ പ്രിയ ദൈവ പൈതലേ, നമ്മുടെ ഈ ശുശ്രൂഷയുടെ രഹസ്യം അതാകുന്നു. So when you have a form of godliness, but if you don't stand for the doctrine, you are denying the power thereof. നിങ്ങൾ ഒരു ഭക്തിയുടെ വേഷം ധരിച്ച ആളായിരിക്കാം, എങ്കിലും ഉപദേശത്തെ ത്യജിക്കുന്ന വ്യക്തിയാകുന്നെങ്കിൽ നിങ്ങൾ അതിന്റെ ശക്തിയും ത്യജിക്കുന്ന വ്യക്തി തന്നെയാകുന്നു. Today we will see how certain prophecies in certain important prophecies are being fulfilled in our own time. നമ്മുടെ ഈ നാളുകളിൽ തന്നെ ചില പ്രധാന പ്രവചന വചനങ്ങൾ എങ്ങനെ നിറവേറി എന്ന് ഇന്ന് നമുക്ക് ചിന്തിക്കാം. Since it's a little bit study with detail, we may not be able to read all the Bible verses. ഇത് അല്പം വിശദമായ ഒരു പഠനമായിരിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ എല്ലാ വേദവാക്യങ്ങളും വായിക്കുവാൻ കഴിഞ്ഞെന്ന് വരില്ല. Most of the apostles and the early church believed during their own time Jesus would come. ആദിമ സഭയും അപ്പോസ്തലന്മാരിൽ ഏറെ പേരും വിശ്വസിച്ചിരുന്നത് തങ്ങളുടെ നാളുകളിൽ തന്നെ യേശു മടങ്ങി വരും എന്നായിരുന്നു. So in three in 3 levels, they did not encourage believers to enter into certain connection with the world. അതുകൊണ്ട് തന്നെ 3 നിലവാരങ്ങളിൽ 3 ഘട്ടങ്ങളിൽ വിശ്വാസികൾ ലോകത്തോടുകൂടെ ചില ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത് അവർ പ്രോത്സാഹിപ്പിച്ചതുമില്ല. They say don't enter into marriage lock. അവർ പറഞ്ഞു, വിവാഹ ബന്ധത്തിൽ അങ്ങനെ ഏർപ്പെടരുത്. Don't enter into social type of functions. മറ്റു രീതിയിലുള്ള സാമൂഹികമായ
യോഗങ്ങളിൽ ക്രമങ്ങളിൽ പങ്കെടുക്കരുത്. Don't enter into economical type of links. മറ്റു രീതികളിൽ സാമ്പത്തിക ബാധ്യതകളിലും കുടുങ്ങരുത്. Because they say the time is very short, there is no time for you to do all these things. അവർ പറഞ്ഞു, നമ്മുടെ മുൻപിൽ സമയം ഇനി ഏറെയില്ല, ഇവയെല്ലാം ചെയ്യുവാനും ക്രമീകരിക്കുവാനും നിങ്ങൾക്ക് സമയം കിട്ടിയെന്ന് വരികയുമില്ല. Read 1 Corinthians 7th chapter. 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൽ 29 and 30. 29-30 വാക്യങ്ങൾ. എന്നാൽ സഹോദരന്മാരെ, ഇതൊന്ന് ഞാൻ പറയുന്നു, കാലം ചുരുങ്ങിയിരിക്കുന്നു. ഇനി ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെയും, കരയുന്നവർ കരയാത്തവരെ പോലെയും, സന്തോഷിക്കുന്നവർ സന്തോഷിക്കാത്തവരെ പോലെയും, വിലയ്ക്ക് വാങ്ങുന്നവർ കൈവശമാക്കാത്തവരെ പോലെയും, ലോകത്തെ അനുഭവിക്കുന്നവർ അതിനെ അനുഭവിക്കാത്തവരെ പോലെയും ആയിരിക്കണം. ഈ ലോകത്തിന്റെ രൂപം ഒഴിഞ്ഞു പോകുന്നുവല്ലോ. But this I say, brethren, the time is short. It remaineth that both they that have wives be as though they had none, and they that weep as though they wept not, and they that rejoice as though they rejoice not, and they that buy as though they possess not. Now, first Paul told, don't have any links in the world. പത്രോസ് ആദ്യം പറയുന്നു, ലോകത്തിൽ പ്രത്യേകിച്ച് ഒരു ബന്ധമൊന്നും നിങ്ങൾക്കുണ്ടായിരിക്കരുത്. But later he found out that was not practicable. എന്നാൽ പിന്നത്തേതിൽ ഈ തത്വം പ്രായോഗികം അല്ല എന്ന് താൻ കണ്ടെത്തി. For example, ഉദാഹരണമായി, suppose you buy a property for 10 lakhs. ഒരു 10 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ ഒരു വസ്തു വാങ്ങുന്നു എന്ന് കരുതുക. After buying it, you will naturally register it in your own name or in a church name or in any trust name. അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം പേരിലോ സഭയുടെ പേരിലോ ഏതെങ്കിലും ട്രസ്റ്റിന്റെ പേരിലോ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക തന്നെ ചെയ്യും. Buying the property and leaving without registration is not possible. വസ്തു വാങ്ങിച്ചിട്ട് പ്രമാണം ചെയ്യാതെ ഇരിക്കുന്നത് അസാധ്യം. So Paul told, buy as if, then see that you are not possessing it. പൗലോസ് പറഞ്ഞത്, വാങ്ങിക്കൊള്ളുവിൻ, എന്നാൽ അത് കൈവശമാക്കാത്തവരെ പോലെ ജീവിച്ചുകൊള്ളുവിൻ. But practically it was not possible. എന്നാൽ പ്രായോഗിക തലത്തിൽ അത് അസംഭവ്യം. So he began to give a matured advice in 1 Timothy 4th chapter verses 1 to 3. ആകയാൽ 1 തിമോഥെയോസ് 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ അല്പം കൂടെ പ്രായോഗികമായ ചില ഉപദേശങ്ങൾ താൻ നൽകുവാൻ തുടങ്ങി. The same way in our midst also. അതുപോലെ നമ്മുടെ നടുവിലും In the early days we had only faith homes on rented basis. നമുക്ക് മുൻകാലങ്ങളിൽ വിശ്വാസ ഭവനമൊക്കെയും വാടകയ്ക്കെടുത്തവയായിരുന്നു. Nowhere we were able to buy property and possess it. എവിടെയെങ്കിലും ഒരു വസ്തു വാങ്ങുവാനോ സ്വന്തമായി കെട്ടിടം വയ്ക്കുവാനോ നമുക്ക് കഴിഞ്ഞിരുന്നില്ല. But later, എന്നാൽ പിന്നത്തേതിൽ if you want to worship in a metropolitan and main cities, ഏതെങ്കിലും വലിയ വൻകിട നഗരങ്ങളിൽ നിങ്ങൾക്ക് ആരാധിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, unless you have a own house, you cannot worship them. സ്വന്തമായി ഒരു ഭവനം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള വലിയ നഗരങ്ങളിൽ കൂടി ആരാധിക്കുവാൻ സാധ്യമല്ല. Second, in many places they will never give a house for worship. രണ്ടാമതായി, പല സ്ഥലങ്ങളിലും നമുക്ക് ആരാധനയ്ക്കെന്ന് അറിയുമ്പോൾ തന്നെ അവർ വീടുകൾ വിട്ടുതരുവാൻ മടിക്കും. Third, in Rajasthan, if you take onion, if you take meat, if you take egg, they will never allow you to be in their house. മൂന്നാമതായി, രാജസ്ഥാനിൽ നിങ്ങൾ ഉള്ളിയോ ഇറച്ചിയോ മുട്ടയോ നിങ്ങൾ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുന്നവർ ആകുന്നെങ്കിൽ തങ്ങളുടെ ഭവനങ്ങളിൽ അവിടുത്തുകാർ നിങ്ങളെ പാർപ്പിക്കുകയില്ല. They won't allow visitors come very often to our faith home. നമ്മുടെ വിശ്വാസ ഭവനങ്ങളിൽ മിക്കപ്പോഴും സന്ദർശകർ പ്രവേശിക്കുന്നതും അവർ ഇഷ്ടപ്പെടുകയില്ല. So because of all these things we have to buy a property and build a faith home. ഇവയെല്ലാം നിമിത്തമായി നമുക്ക് വസ്തു വാങ്ങി ഭവനങ്ങൾ പണിയേണ്ടതായി നേരിട്ടു. But no property belongs to one pastor or one servant of God. അങ്ങനെയെങ്കിൽ പോലും ഒരു വസ്തു, ഒരു കെട്ടിടം ഒന്നും ഒരു പാസ്റ്റർക്കോ ഒരു ദൈവ ശുശ്രൂഷകനോ സ്വന്തമല്ല. Nobody can claim it. ആർക്കും ഇത് സ്വന്തം എന്ന് പറഞ്ഞുകൂടാ. In all the other Pentecostal churches, എല്ലാ പെന്തക്കോസ്ത് സഭകളിലും they have got a church account and they have the personal account. അവർക്ക് സഭാപരമായ ഒരു അക്കൗണ്ട് ഉണ്ട്, വ്യക്തിപരമായ സ്വന്തം പേരിൽ അക്കൗണ്ടുകളുമുണ്ട്. We don't have that type of account. ഞങ്ങൾക്ക് ആർക്കും അങ്ങനെയുള്ള യാതൊരു അക്കൗണ്ടുകളുമില്ല. So living by gradually God helps us to live a practicable life. ആകയാൽ ക്രമേണയായി തികച്ചും പ്രായോഗികമായ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. So Paul thought the time was so short,
he must live like that. പൗലോസ് ചിന്തിച്ചത് സമയം തീരെ ചുരുങ്ങി പോയിരിക്കുന്നു, അതുകൊണ്ട് ഇനി ഇങ്ങനെ ജീവിക്കുകയേ നിവൃത്തിയുള്ളൂ. But later he came to know that there was little more time. He gave a matured reply to the believers. എന്നാൽ കുറെ നാൾ കഴിഞ്ഞപ്പോൾ അല്പം കൂടെ സമയം ശേഷിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ അപ്പോസ്തലൻ അല്പം കൂടെ പക്വതയേറിയ ഉപദേശങ്ങൾ വിശ്വാസികൾക്ക് നൽകി. Now regarding the signs, there are four types of signs are there. ഇനി അടയാളങ്ങളെ കുറിച്ച് പറഞ്ഞാൽ 4 വിധങ്ങളിലുള്ള അടയാളങ്ങൾ ഉണ്ട്. First of all, prophetical signs. ഒന്നാമതായി പ്രാവചനികമായ അടയാളങ്ങൾ. Second, political signs. രണ്ടാമതായി രാഷ്ട്രീയ തലത്തിലെ അടയാളങ്ങൾ. Third, ecclesiastic, that is in the churches all over the world there are certain signs are happening. 3, സാർവലൗകികമായി സഭകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അടയാളങ്ങൾ. Fourth, there are negative signs, there are positive signs. 4, വിപരീതമായ അടയാളങ്ങളും അനുകൂലമായ അടയാളങ്ങളും ഉണ്ട്. So all these signs, when you go on meditate now, ആകയാൽ ഇപ്പോൾ ഈ വക അടയാളങ്ങളൊക്കെയും നാം ധ്യാനിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ definitely we'll know we are more closer to the coming of the Lord than the apostles. അപ്പോസ്തലന്മാരുടെ ആ കാലത്തേക്കാളും കർത്താവിന്റെ വരവിനോട് ഇന്നാളുകളിൽ നാം ഏറെ അടുത്ത് കഴിഞ്ഞിരിക്കുന്നുവെന്ന് നിശ്ചയമായും നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും. Now remember, prophecy is not speculation. Prophecy is not speculation. Suppose you have got 10 marbles in your hand. ഇനി ഒന്ന് ഓർത്തുകൊള്ളുക, പ്രവചനങ്ങൾ എന്ന് പറയുന്നത് വെറും കെട്ടുകഥകളോ സങ്കല്പങ്ങളോ അല്ല. ഉദാഹരണമായി നിങ്ങളുടെ കൈവശം 10 മാർബിൾ കല്ലുകൾ ഉണ്ട് എന്ന് ചിന്തിക്കുക. Mark one marble with a red ink. അതിൽ ഒന്നാമത്തെ മാർബിൾ കല്ലിന് ചുമന്ന മഷി കൊണ്ട് നിങ്ങൾ ഒരു അടയാളം ഇടുക. Put all the 10 marbles in your pocket. ഈ 10 കല്ലുകളും ഒന്നിച്ച് ചേർത്ത് നിങ്ങളുടെ പോക്കറ്റിൽ ഇടുകയും ചെയ്യുക. Try to take that particular marble which you marked as red. 10 ഒന്നിച്ച് ഇട്ടതിനു ശേഷം അവയ്ക്കിടയിൽ നിന്നും ചുമന്ന അടയാളമുള്ള ആ ഒരു കല്ല് എടുക്കുവാൻ ശ്രമിക്കുക. You cannot take it at the first attempt. നിങ്ങൾക്ക് ഒന്നാമത്തെ ശ്രമത്തിൽ അത് കിട്ടിയെന്ന് വരില്ല. Sometimes second attempt. ചിലപ്പോൾ രണ്ടാം വട്ടം, Sometimes like 8 or 9. ചിലപ്പോൾ 8ാമത്തെ പ്രാവശ്യമോ 9ാമത്തെ പ്രാവശ്യമോ ആകും കിട്ടുക. That is called speculation. ഇതാകുന്നു ഊഹാപോഹങ്ങൾ എന്ന് നാം പറയുന്നത്. It may happen and may not happen. ചിലപ്പോൾ സംഭവിക്കാം, ചിലപ്പോൾ സംഭവിക്കാതെ ഇരിക്കാം. But prophecy is not like that. എന്നാൽ പ്രവചനങ്ങൾ അങ്ങനെയല്ല. Read 2 Peter 1st chapter. 2 പത്രോസ് 1-ാം അധ്യായത്തിൽ 19 to 21. 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയ നക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. തിരുവെഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. We have also a more sure word of prophecy, whereunto ye do will that ye take heed, as unto a light that shineth in a dark place, until the day dawn and the day stars arise in your hearts. Knowing this first, that no prophecy of the scripture is of any private interpretation, for the prophecy came not in old time by the will of man, but holy men of God spake as they were moved by the Holy Ghost. They were moved by the Holy Ghost and they spoke. അവർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചു. In 2 Timothy 3rd chapter 16th verse. 2 തിമോഥെയോസ് 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ All scripture is inspired of God. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമത്രേ. The word inspired means breathed by God. ദൈവശ്വാസീയം ദൈവം ശ്വസിച്ച വചനങ്ങളാകുന്നു. That is why John calls the 10th chapter verse 35. അതുകൊണ്ടാകുന്നു യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 35-ാം വാക്യത്തിൽ ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായിട്ടുള്ളവരെ ദേവന്മാർ എന്ന് പറഞ്ഞു എങ്കിൽ തിരുവെഴുത്തിന് നീക്കം വന്നുകൂടായല്ലോ. If he called them gods unto whom the word of God came, and the scripture cannot be broken. Scripture can never be broken. തിരുവെഴുത്തിന് ഒരിക്കലും നീക്കം വന്നുകൂടാ. So we are standing on the scripture and giving you these particular points. ആകയാൽ ഞങ്ങൾ തിരുവെഴുത്തുകളെ ആധാരമാക്കി നിന്നുകൊണ്ട് നിങ്ങളോട് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നു. And regarding the scripture, one more good point. തിരുവെഴുത്തുകളെ കുറിച്ച് ഒരു നല്ല കാര്യം കൂടെ. Read Isaiah 34th chapter. യെശയ്യാ പ്രവചന പുസ്തകം 34-ാം അധ്യായത്തിൽ 16th verse. 16-ാം വാക്യം വായിക്കാം. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ,
അവയിൽ ഒന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതെ ഇരിക്കുകയുമില്ല. അവന്റെ വായല്ലോ കൽപ്പിച്ചത്, അവന്റെ ആത്മാവത്രേ അവയെ കൂട്ടി വരുത്തിയത്. Seek ye out of the book of the Lord and read. No one of these shall fail, none shall want her mate. For my mouth it hath commanded, and the spirit it hath gathered them. And my mouth hath commanded, my spirit hath gathered. എന്റെ വായല്ലോ അത് കൽപ്പിച്ചത്, എന്റെ ആത്മാവത്രേ അവയെ കൂട്ടി വരുത്തിയത്. And that's why 2 Peter 3rd chapter 16th verse. അതുകൊണ്ടാകുന്നു 2 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ, അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്, അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കൂട്ടിക്കളയുന്നു. As also in all his epistles, speaking in them of these things, in which are some things hard to be understood, which they that are unlearned and unstable rest, as they do also the other scriptures, unto their own destruction. The word used is twist. Twist means you take a word and twist the other meaning. ഇവിടെ കൂട്ടിക്കളയുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു വചനം എടുത്ത് അതിനെ മറ്റു അർത്ഥങ്ങളിലേക്ക് കൂട്ടി പറയുന്നത്. തമിഴിൽ പുറട്ടുകർ ഒന്ന് എടുത്ത് അത് പുറട്ടി പേശൽ, തമിഴിൽ മറിച്ച് പറയുക എന്ന് പറയുന്നു. That means we don't take a verse and twist the meaning of it. അതായത് ഞങ്ങൾ അപ്രകാരം ഒരു വചനം എടുത്ത് അതിന്റെ അർത്ഥത്തെ മറിച്ച് വ്യാഖ്യാനിക്കുന്നില്ല. You can twist the meaning in different angles. പല വീക്ഷണങ്ങളിൽ പല കോണുകളിലായി നിങ്ങൾക്ക് അതിന്റെ അർത്ഥങ്ങളെ വളച്ചു കളയുവാൻ കഴിഞ്ഞേക്കും. But by God's we give you the word as it is. എന്നാൽ ദൈവ കൃപയാൽ ഞങ്ങളോ ദൈവത്തിന്റെ വചനം അതായിരിക്കുന്നത് പോലെ തന്നെ പ്രസ്താവിക്കുന്നു. In one place in America, one professor asked the hydraulic engineers. അമേരിക്കയിൽ ഒരു പ്രൊഫസർ ഒരു ഹൈഡ്രോളിക് എഞ്ചിനീയറിനോട് ഇപ്രകാരം ചോദിച്ചു, Give me the measurement by which when you make a ship it will never sink. ഒരിക്കലും മുങ്ങിപ്പോകുവാൻ കഴിയാത്ത ഒരു കപ്പൽ ഉണ്ടാക്കുവാൻ അതിനുള്ള അളവുകൾ പറഞ്ഞു തരാമോ? They tried many measurements. അവർ അനേക അളവുകൾ എഴുതി പരിശ്രമിച്ചു. But no measurement could come up to the mark. എങ്കിലും പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് ഒരു അളവും എത്തിച്ചേർന്നില്ല. Then the professor told, അപ്പോൾ ആ പ്രൊഫസർ പറഞ്ഞു, I am not a Christian. ഞാനൊരു ക്രിസ്ത്യാനിയല്ല. Most of you are Christians. നിങ്ങളിൽ ഏറെക്കുറെ എല്ലാവരും ക്രിസ്ത്യാനികളാകുന്നുവല്ലോ. Read your own Bible. നിങ്ങളുടെ സ്വന്തം വേദപുസ്തകം വായിച്ചു നോക്കുവിൻ. God told Noah to build an ark. നോഹയോട് ഒരു പെട്ടകം പണിയുവാൻ യഹോവ കൽപ്പിച്ചു. The measurement he gave to Noah, നോഹയ്ക്ക് യഹോവ നൽകിയതായ അളവുകൾ, if you make a ship it will never sink. അതിന് പ്രകാരം നിങ്ങൾ ഒരു കപ്പൽ ഉണ്ടാക്കിയാൽ അത് ഒരു നാളും മുങ്ങിപ്പോവുകയില്ല. In Isaiah 40 verse 22 we read, യെശയ്യാവ് 40:22 വാക്യത്തിൽ നാം വായിക്കുന്നു, അവൻ ഭൂമണ്ഡലത്തിൻ മീതെ അധിവസിക്കുന്നു, അതിലെ നിവാസികൾ വെട്ടുക്കിളികളെ പോലെ ഇരിക്കുന്നു. അവൻ ആകാശത്തെ ഒരു തിരശ്ശീല പോലെ നിവർക്കുകയും പാർപ്പാനുള്ള ഒരു കൂടാരത്തെ പോലെ വിരിക്കുകയും. It is he that sitteth upon the circle of the earth. Circle of the earth. I don't know how is it in Malayalam. He sitteth on the circle of the earth. അവൻ ഭൂഗോളത്തിൻ മീതെ അധിവസിക്കുന്നു. That means earth was not a flat land, it's a circle or a globe. അതായത് ഭൂമി ഒരു പരന്ന പ്രതലം അല്ല, അതൊരു ഗോളം ആകുന്നു. 700 years before Christ, Isaiah was able to say earth is like a circle. ക്രിസ്തുവിന് 700 വർഷങ്ങൾക്ക് മുൻപേ ഭൂമി ഗോളാകാരമാകുന്നു എന്ന് പ്രസ്താവിക്കുവാൻ യെശയ്യാവിന് കഴിഞ്ഞു. In the year 1501, 501 വർഷത്തിൽ Magdalene, a navigator, Magdalene മേരി, he was able to start from one place and come back to the same place. തനിക്ക് കപ്പൽ യാത്രയിൽ കടലിൽ കൂടെ ഒരു സ്ഥലത്തിൽ നിന്ന് യാത്ര ആരംഭിച്ച് തന്റെ യാത്ര ചുറ്റി തിരിഞ്ഞ് അതേ സ്ഥലത്തിൽ മടങ്ങി എത്തിച്ചേരുവാൻ തനിക്ക് കഴിഞ്ഞു. 700 ആണ്ടുകൾക്ക് മുൻപതാകവേ ആണ്ടവർ சொல்லிட்டார் ഭൂമിயின் ഉണ്ട മേലെന്ന് சொல்லிட்டார். ഭൂമി ഗോളാകാരമാകുന്നു എന്ന് 700 വർഷങ്ങൾക്ക് മുൻപേ കർത്താവ് പ്രസ്താവിച്ചിരിക്കുന്നു. ஆனால் 1501 ஆண்டு தான் அவர்கள் கண்டுபிடித்தார்கள்
ഭൂമി ഒരു ഉരുണ്ടയാണ്. എന്നാൽ ഭൂമി ഗോളാകാരമാകുന്നെന്ന് മനുഷ്യൻ കണ്ടുപിടിച്ചത് 1501 വർഷത്തിലായിരുന്നു. How God gave correct description of the earth. ഭൂമിയുടെ കൃത്യമായ വിവരണം കർത്താവ് എത്ര കൃത്യമായി നൽകിയിരിക്കുന്നു എന്ന് കാണുവിൻ. In Psalms 147, 147 സങ്കീർത്തനത്തിൽ 4 to 5 we read, 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ God knew the stars and he can call them by name. നക്ഷത്രങ്ങളെ കർത്താവ് അറിയുന്നു, അവൻ അവയെ പേർ ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു. One person counted the stars. ഒരു വ്യക്തി നക്ഷത്രങ്ങളുടെ എണ്ണം എടുത്തു അത്രേ. He counted 1056 stars. 1056 നക്ഷത്രങ്ങൾ വരെയും താൻ എണ്ണിയെടുത്തു. Another person counted മറ്റൊരു വ്യക്തി നക്ഷത്രങ്ങളെ എണ്ണി 777. 777. And third person counted മൂന്നാമനും എണ്ണി 1005 stars. 1005 നക്ഷത്രങ്ങൾ. But today എന്നാൽ ഇന്ന് they have found out അവർ കണ്ടുപിടിച്ചിരിക്കുന്നു 100 billion stars in heaven. 100 ലക്ഷം കോടി നക്ഷത്രങ്ങൾ ആകാശത്തിൽ ഉണ്ട്. In Psalms it is said these stars known by God by name. സങ്കീർത്തനക്കാരൻ പറയുന്നു, അവൻ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു, അവയെ പേർ ചൊല്ലി വിളിക്കുന്നു. So I mean God knew before that and he was able to give his own prophets to write a correct number. ആകയാൽ ദൈവം അതെല്ലാം അറിഞ്ഞു, തന്റെ പ്രവാചകന്മാരിൽ കൂടെ കൃത്യമായ സംഖ്യ നൽകുവാനും ദൈവത്തിന് കഴിഞ്ഞു. In 2 Timothy 3rd chapter 10th verse, 2 തിമോഥെയോസ് 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ, നീയോ എന്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ. 2 Peter 3rd chapter 10th verse. 2 പത്രോസ് 3-ാം അധ്യായം 10-ാം വാക്യം, കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും, അന്ന് ആകാശം കൊടിമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തി അഴുകുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. But the day of the Lord will come as a thief in the night, in the which the heavens shall pass away with a great noise, and the elements shall melt with fervent heat, the earth also and the works that are therein shall be burnt up. Scientists thought this verse cannot be a true verse of the Lord. ഈ വചനം ദൈവം പറഞ്ഞ വചനം ആവുകയില്ലെന്ന് ശാസ്ത്രജ്ഞന്മാർ വിചാരിച്ചു. Why? എന്തുകൊണ്ട്? They thought matter, our earth is eternal, it can never be destroyed. അവർ വിചാരിച്ചു ദ്രവ്യം അഥവാ ഭൂമി ഇത് നിത്യമായതാകുന്നു, ഇതിനെ നശിപ്പിക്കുവാൻ സാധ്യമല്ല. In the year 1945, 1945 വർഷത്തിൽ when atomic bombs were dropped in Nagasaki and Hiroshima, നാഗസാക്കിയിലും ഹിരോഷിമയിലും അണുബോംബ് വർഷിക്കപ്പെട്ട വേളയിൽ then they knew God's word is a true word. ദൈവത്തിന്റെ വചനം സത്യവചനമാകുന്നുവെന്ന് ശാസ്ത്രജ്ഞന്മാർ അന്ന് മനസ്സിലാക്കി. Second, 2, they analyzed this particular verse. അവർ ഈ വചനത്തെ വിശകലനം ചെയ്തു. They found out the word melted has got another meaning. ഇവിടെ മൂലപദാർത്ഥം ഉരുകിപ്പോകുമെന്നുള്ള വാക്കിന് മറ്റൊരർത്ഥം കൂടെ ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കി. The meaning is to lose the hold. അതിന് ആ പിടുത്തം വിട്ടുപോവുക, നഷ്ടപ്പെടുക എന്ന അർത്ഥം. You are holding on something, suddenly you lose the hold. നിങ്ങൾ എന്തിനെയോ ഒന്ന് പിടിച്ചിരിക്കുന്നു, പെട്ടെന്ന് നിങ്ങൾക്ക് ആ പിടി വിട്ടുപോയി. Now read Colossians 1st chapter 17th verse. കൊലോസ്യർ 1-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം, അവൻ സർവ്വത്തിനും മുൻപേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു, അവൻ And he is before all things, and by him all things consist. Consist. That word consist means he is taking hold. അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ സകലത്തെയും പിടിച്ചിരിക്കുന്നുവെന്ന് അർത്ഥം. That shows. ഇത് കാണിക്കുന്നത് When the father says, son, the time has come, പുത്രനെ സമയം ആയി കഴിഞ്ഞുവെന്ന് പിതാവ് അരുളി ചെയ്യുമ്പോൾ the son will lose the hold. പുത്രൻ പിടിത്തം വിടും. The moment he loses the hold, ആ പിടി വിടുന്ന ക്ഷണത്തിൽ the whole world will melt and great disaster will come. സർവ്വലോകവും ഉരുകിപ്പോകും, ഭയാനകമായ സംഹാരം ഉണ്ടാവുകയും ചെയ്യും. Dear brother, dear sister, പ്രിയ സഹോദര സഹോദരി, you think this world is an eternal world. ഈ ലോകം നിത്യമായ ഒന്ന് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. It's all depends upon the Lord. ഇല്ല, സകലവും ദൈവത്തിൽ ആശ്രയിച്ച് നിലകൊള്ളുന്നു. He is holding on. കർത്താവ് പിടിച്ചിരിക്കുന്നു.
the moment he loses the hold, everything goes up. ആ പിടി വിടുന്ന ക്ഷണത്തിൽ സകലവും കഴിയും. How beautifully the word of God has told this some 2000 years back. 2000 സംവത്സരങ്ങൾക്കപ്പുറം ദൈവത്തിന്റെ വചനം എത്ര മനോഹരമായി ഈ കാര്യങ്ങൾ പ്രസ്താവിച്ചിരിക്കുന്നു എന്ന് കാണുവിൻ. So today the Bible that we have is really inspired word of God. ആകയാൽ ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഈ വേദപുസ്തകം ഇത് യഥാർത്ഥമായും ദൈവ നിയോഗിതമായ വചനങ്ങൾ തന്നെയാകുന്നു. I have got many proofs, but the time does not permit. എനിക്കതിന് എത്രയോ തെളിവുകളുണ്ട്, സമയമോ അനുവദിക്കുന്നില്ല. So let us lift up our right hand with the Bible in our hand. ആകയാൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ വലതു കരങ്ങളിൽ വേദപുസ്തകത്തെ ഉയർത്താം. This is the Bible that on which we are standing. നാം നിൽക്കുന്നതായ വേദപുസ്തകം ഇതാകുന്നു. And no devil can change it. ഒരു പിശാചിനും ഇതിനെ മാറ്റുവാൻ No സാധ്യമല്ല. human wisdom can change it. ഒരു മാനുഷിക ജ്ഞാനത്തിനും ഇതിനെ നീക്കുവാൻ We are സാധ്യമല്ല. standing on the word of God. ദൈവത്തിന്റെ വചനത്തിന് മേൽ ഞങ്ങൾ നിലകൊള്ളുന്നു. Hallelujah. ഹല്ലേലൂയ. So you can be sure, according to the word of God, we know the time is very short. ആകയാൽ ഉറപ്പായി അറിഞ്ഞുകൊള്ളുവിൻ, ദൈവത്തിന്റെ വചനപ്രകാരം ഒന്ന് നാം അറിഞ്ഞിരിക്കുന്നു, സമയം ചുരുങ്ങി കഴിഞ്ഞു. First of all, prophetical signs. ഒന്നാമതായി പ്രവചനപരമായ അടയാളങ്ങൾ. Read Luke's Gospel 21 chapter. ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായം 29 to 31. 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ഒരു ഉപമയും അവരോട് പറഞ്ഞത്, അത്തി മുതലായ സകല വൃക്ഷങ്ങളെയും നോക്കുവിൻ, അവ തളിർക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു എന്ന് സ്വതവേ അറിയുന്നുവല്ലോ. അവണ്ണം തന്നെ ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം അടുത്തിരിക്കുന്നു എന്ന് ഗ്രഹിപ്പിൻ. And he spake to them a parable. Behold, the fig tree and all the trees, when they now shoot forth, ye see and know of your own selves that summer is now nigh at hand. So likewise ye, when ye see these things come to pass, know ye that the kingdom of God is nigh at hand. Tree stands for a nation. വൃക്ഷം ഒരു ജാതിയെ കുറിക്കുന്നു. And fig tree stands for Jewish nation. അത്തിവൃക്ഷം യഹൂദ ജാതിക്ക് പ്രതീകമാകുന്നു. So Jesus told, യേശു അരുളി ചെയ്തു, when the fig tree blossometh, അത്തിവൃക്ഷം തളിർക്കുമ്പോൾ then the time is nearing. സമയം അടുത്തിരിക്കുന്നു. So we will find out how the fig tree blossomed. അത്തിവൃക്ഷം തളിർത്തത് എങ്ങനെയെന്ന് നമുക്ക് കണ്ടെത്താം. There are 10 major prophecies. 10 പ്രധാന പ്രവചനങ്ങൾ ഉണ്ട്. Among them, 6 prophecies already being fulfilled. അവയിൽ 6 നിറവേറി കഴിഞ്ഞിരിക്കുന്നു. And 4 prophecies are being fulfilled in our own time. 4 പ്രവചനങ്ങൾ നമ്മുടെ ഈ നാളുകളിൽ നിറവേറി വരികയും ചെയ്യുന്നു. 6 have been already fulfilled. 6 നേരത്തെ നിറവേറി കഴിഞ്ഞു. In Luke's Gospel 21 chapter, ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായത്തിൽ 3 and 4. 3 4 വാക്യങ്ങൾ. ഈ ദരിദ്രയായ വിധവ എല്ലാവരെക്കാളും അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നല്ലോ വഴിപാട് ഇട്ടത്, ഇവളോ തന്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ള ഉപജീവനം ഒക്കെയും ഇട്ടിരിക്കുന്നു. And he said of a truth അതല്ല ഈ ദേവാലയത്തിന്റെ കല്ലുകൾ അറിയേണ്ട വചനം 5-6 വാക്യം. 5 ചിലർ ദൈവാലയത്തെ കുറിച്ച് അത് മനോഹരമായ കല്ലുകളാലും വഴിപാടുകളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, ഈ കാണുന്നതിൽ ഇടിഞ്ഞു പോകാതെ കല്ല് കല്ലിന്മേൽ ശേഷിക്കാത്ത കാലം വരുമെന്ന് അവൻ പറഞ്ഞു. And as some spake of the temple, how it was adorned with goodly stones and gifts, he said, as for these things which ye behold, the days will come in the which there shall not be left one stone upon another, and that shall not be thrown down. Temple in Jerusalem was a very massive, very big structure. യെരൂശലേമിലെ ദൈവാലയം വളരെ ഭീമാകാരമായതാകുന്നു. When Titus the Roman emperor came against Jerusalem, റോമൻ ചക്രവർത്തിയായ തീത്തോസ് യെരൂശലേമിലേക്ക് വന്നപ്പോൾ he strictly told the Roman soldiers not to destroy the temple of God. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കരുത് എന്ന് റോമൻ പടയാളികളോട് താൻ കർശനമായി നിർദ്ദേശിച്ചു. But one Roman soldier by mistake torched, set fire. എന്നാൽ ഒരു റോമൻ പടയാളിയോ താൻ അബദ്ധവശാൽ ദൈവാലയത്തിന് തീ കൊളുത്തി. The whole temple was destroyed. ദൈവാലയം പൂർണ്ണമായും നശിച്ചുപോയി. Then there was a rumor among the Roman soldiers. തുടർന്ന് റോമൻ പടയാളികൾക്കിടയിൽ ഇപ്രകാരം ഒരു കിംവദന്തി പരന്നു. There was gold and silver among the stones. കല്ലുകൾക്കിടയിൽ പൊന്നും വെള്ളിയും ഉണ്ടായിരുന്നു. So they removed the stones. അവർ കല്ലുകളെ നീക്കി.
they left no stone upon the other stone. കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത അവസ്ഥയിൽ അവർ കല്ലിളക്കി മറിച്ചു. Exactly what Jesus told happened. യേശു അരുളി ചെയ്തത് അക്ഷരം പ്രതി നിറവേറി. It happened in AD 70. AD ക്രിസ്തുവിന് പിൻപ് 770 വർഷത്തിൽ അത് സംഭവിച്ചു. Then in Luke's Gospel 21 chapter, തുടർന്ന് ലൂക്കോസ് 21 അധ്യായത്തിൽ 24th verse, 24 വാക്യം, അവർ വാളിന്റെ വായ്ത്തലയാൽ വീഴുകയും അവരെ സകല ജാതികളിലേക്കും ബദ്ധരായി കൊണ്ടുപോകുകയും ജാതികളുടെ കാലം തികയുവോളം ജാതികൾ യെരൂശലേം ചവിട്ടിക്കളയുകയും ചെയ്യും. And they shall fall by the edge of the sword and shall be led away captive into all nations, and Jerusalem shall be trodden down of the Gentiles until the times of the Gentiles be fulfilled. Jesus told Jews will be scattered all over the world. യഹൂദന്മാർ ലോകത്തിൽ എമ്പാടും ചിതറി പോകും എന്ന് യേശു പറഞ്ഞു. It started in AD 130. AD 130 വർഷം അത് ആരംഭിച്ചു. In Zephaniah 3rd chapter 18 to 20, സെഫന്യ പ്രവചന പുസ്തകം 3-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ God told, യഹോവ അരുളി ചെയ്തു, I will bring you again from the captivity. ഞാൻ നിങ്ങളെ പ്രവാസത്തിൽ നിന്ന് മടക്കി വരുത്തും. From the year AD 130 to that particular year, God allowed them to be in captivity. AD 130 സംവത്സരം തുടങ്ങി ആ നിർണായകമായ സംവത്സരം വരുവോളം അവർ പ്രവാസികളായി ബദ്ധന്മാരായി കഴിയുവാൻ ദൈവം യഹൂദ ജാതിക്ക് ഇടവരുത്തി. So the first promise was, I will bring you back again. ഒന്നാമത്തെ വാഗ്ദത്തം, ഞാൻ അവരെ മടക്കി വരുത്തും. Second, wherever you are, 2, നിങ്ങൾ എവിടെ ആയിരുന്നാലും, whether whichever country you are like a captives, നിങ്ങൾ ഏത് രാജ്യത്തിലാകുന്നുവോ പ്രവാസികളെ പോലെ പാർക്കുന്നത്, I will give a name and a praise. ഞാൻ നിങ്ങൾക്ക് കീർത്തിയും പ്രശംസയും ഉണ്ടാക്കും. So wherever the Jews were there in different countries, ആകയാൽ പല രാജ്യങ്ങളിൽ യഹൂദന്മാർ എവിടങ്ങളിൽ ചിതറിപ്പോയോ, they had a good name and a praise. അവർക്ക് നല്ല ഒരു കീർത്തിയും പ്രശംസയും ഉണ്ടായി. If you analyze the history of the Roman Catholic Church, റോമൻ കത്തോലിക്ക സഭയുടെ സഭാ ചരിത്രം നിങ്ങൾ നോക്കിയാൽ, the first 33 popes had Jewish origin, ആദ്യത്തെ 33 മാർപ്പാപ്പമാരും യഹൂദ വംശജരായിരുന്നു. and 52 Nobel Prize winners, 52 നോബൽ സമ്മാന ജേതാക്കൾ, they were all Jewish professors. അവർ യഹൂദ പ്രൊഫസർമാരായിരുന്നു. The aspirin that people all over the world use for their headache, തലവേദനയ്ക്ക് വേണ്ടി ലോകത്തിൽ എല്ലാവരും സാധാരണ ഉപയോഗിക്കുന്ന ആസ്പിരിൻ, that was discovered by a Jew. അതൊരു യഹൂദന്റെ കണ്ടുപിടുത്തമായിരുന്നു. That calculator which you use daily to count and discount like that, നാം ഗണനത്തിനു വേണ്ടി ഉപയോഗിക്കുന്നതായ ദിനം പ്രതി ഉപയോഗിക്കുന്ന കാൽക്കുലേറ്റർ, that calculator was discovered by a Jew. ഒരു യഹൂദനായിരുന്നു കാൽക്കുലേറ്ററിന്റെയും കണ്ടുപിടുത്തം The നടത്തിയത്. founder of the Communist Party, Karl Marx, was a Jew. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന നേതാവായിരുന്ന സ്ഥാപക നേതാവായ കാറൽ മാർക്സ് താനും ഒരു യഹൂദനായിരുന്നു. Einstein, the greatest scientist, was a Jew. മഹാശാസ്ത്രജ്ഞനായിരുന്ന ഐൻസ്റ്റീൻ താനും ഒരു യഹൂദൻ തന്നെയായിരുന്നു. So God fulfilled that promise. ദൈവം തന്റെ വാഗ്ദത്തം നിറവേറ്റി. In the book of Daniel 12th chapter, ദാനിയേൽ പ്രവചന പുസ്തകം 12-ാം അധ്യായത്തിൽ 12th verse, 12-ാം വാക്യത്തിൽ 1335 ദിവസത്തോളം കാത്ത് ജീവിച്ചിരിക്കുന്നവൻ ഭാഗ്യവാൻ. Blessed is he that waiteth and cometh to the 1335 days. from the year AD 130, ക്രിസ്തുവിന് പിൻപ് 130 വർഷം തുടങ്ങി. you have to count 1335 days or years. 1335 ദിവസം അഥവാ വർഷങ്ങൾ നിങ്ങൾ കണക്ക് കൂട്ടണം. If you count it, അങ്ങനെ കണക്ക് കൂട്ടിയാൽ it comes 1917 according to our year. നമ്മുടെ കണക്കിന് പ്രകാരം അത് 1917 വർഷത്തിൽ വന്നു നിൽക്കും. In 1917 November 2, 1917 നവംബർ മാസം 2-ാം തീയതി there was a declaration called Balfour Declaration. ബാൽഫോർ വിളംബരം എന്ന ഒരു വിളംബരം ഉണ്ടായി. All Jews can come back again. യഹൂദന്മാർക്ക് എല്ലാവർക്കും സ്വദേശത്തേക്ക് മടങ്ങി വരാം. And on that year, ആ വർഷത്തിൽ in Turkey country, തുർക്കി രാജ്യത്തിൽ they minted a coin. അവർ ഒരു നാണയം അച്ചടിച്ചു. In that coin they wrote the Arabic year. ആ നാണയത്തിൽ ഒരു അറബിക് വർഷം അവർ പതിപ്പിച്ചു. Do you know what was the Arabic year? ആ അറബിക് വർഷം ഏതെന്ന് അറിയാമോ? 1335.
1335. 1917 according to our year, and Arabic year was 1335. നമ്മുടെ കണക്കനുസരിച്ച് 1917, അറബിക് വർഷ കണക്കിൽ 1335. So Jews were coming back to Palestine. യഹൂദന്മാർ പാലസ്തീനിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരുന്നു. From the year 1917 onwards. 1917 വർഷം തുടങ്ങി. In the year 1948, 1948 വർഷത്തിൽ they got their state Israel. അവർക്ക് ഇസ്രായേൽ എന്ന രാജ്യം സ്വന്തമായി ലഭിച്ചു. But capital city could not become the Jerusalem. എങ്കിലും അവരുടെ തലസ്ഥാന നഗരി യെരുശലേം ആയിരുന്നില്ല. They had Tel Aviv as the capital city. അവരുടെ തലസ്ഥാന നഗരം ടെൽ അവീവ് ആയിരുന്നു. In the book of Daniel 8th chapter, ദാനിയേൽ പുസ്തകം 8-ാം അധ്യായത്തിൽ 14 and 15, 14-15 വാക്യങ്ങളിൽ, അതിന് അവൻ അവനോട് 2300 സന്ധ്യയും ഉഷസ്സും തികയോളം തന്നെ പിന്നെ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടും. And he said unto me, unto 2300 days, then shall the sanctuary be cleansed. When Alexander invaded Palestine, അലക്സാണ്ടർ ചക്രവർത്തി പാലസ്തീൻ പിടിച്ചടക്കിയപ്പോൾ, from that year onwards, ആ വർഷം തുടങ്ങി 2300 years you must count. 2300 സംവത്സരങ്ങൾ എണ്ണിക്കൊള്ളണം. They counted. അവർ എണ്ണി. In that counting it came 1967. ആ എണ്ണം ചെന്നെത്തിയത് 1967 ആയിരുന്നു. In 1967 June 2, 1967 ജൂൺ മാസം 2-ാം തീയതി Jerusalem became the capital city. യെരൂശലേം ഇസ്രായേലിന് തലസ്ഥാനമായി മാറി. Exactly 2300 years. 2300 വർഷങ്ങൾ കൃത്യമായി. In Daniel 8 chapter 13 and 14 and 15, ദാനിയേൽ പ്രവചന പുസ്തകം 8-ാം അധ്യായം 13, 14, 15 വാക്യങ്ങളിൽ there is a particular angel is mentioned. അവിടെ ഒരു പ്രത്യേക ദൈവദൂതനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു. That name of the angel was Palmino. പാൽമിനോ എന്നാകുന്നു ആ ദൈവദൂതന്റെ പേര്. What is the meaning of that word Palmino? പാൽമിനോ എന്നുള്ള ആ വാക്കിന്റെ അർത്ഥം എന്ത്? Computer. കമ്പ്യൂട്ടർ. Do you think computer came now? നാം ചിന്തിക്കുന്നത് കമ്പ്യൂട്ടറിന്റെ ആവിർഭാവം ഇക്കാലമാകുന്നു. In the book of Daniel itself the computer was there. ഇല്ല, ദാനിയേലിന്റെ പുസ്തകത്തിൽ തന്നെ കമ്പ്യൂട്ടർ ആവിർഭവിച്ചു കഴിഞ്ഞു. So from 1967 onwards, ആകയാൽ 1967 തുടങ്ങി we are coming closer and closer now. നാം അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. Jerusalem became the capital city. യെരൂശലേം തലസ്ഥാന നഗരമായി മാറി. In Ezekiel chapter 39, യെഹെസ്കേൽ 39-ാം അധ്യായത്തിൽ verses 9 and 10. 9-ഉം 10-ഉം വാക്യങ്ങളിൽ, Ezekiel 39, 9 and 10. യെഹെസ്കേൽ 39-ന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ. ഇസ്രായേലിന്റെ പട്ടണങ്ങളിൽ വസിക്കുന്നവർ പുറപ്പെട്ട് പരിച, പലക, വില്ല്, അമ്പ്, കുറുവടി, കുന്തം മുതലായ ആയുധങ്ങളെ എടുത്ത് തീ കത്തിക്കും. അവർ അവയെ കൊണ്ട് 7 സംവത്സരം തീ കത്തിക്കും. പറമ്പിൽ നിന്ന് വിറക് പെറുക്കുകയോ കാട്ടിൽ നിന്ന് ഒന്നും വെട്ടുകയോ ചെയ്യാതെ ആയുധങ്ങളെ തന്നെ അവർ കത്തിക്കും. തങ്ങളെ കൊള്ളയിട്ടവരെ അവർ കൊള്ളയിടുകയും തങ്ങളെ കവർച്ച ചെയ്തവരെ കവർച്ച ചെയ്യുകയും ചെയ്യുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. And they that dwell in the cities of Israel shall go forth and shall set on fire and burn the weapons, both the shields and the bucklers, the bows and the arrows, and the handstaves and the spears, and they shall burn them with fire 7 years, so that they shall take no wood out of the field, neither cut down any out of the forest, but they shall burn the weapons with fire, and they shall spoil those that spoil them, and rob those that rob them, saith the Lord God. This is a prophecy that predict about Armageddon battle. ഹർമഗദോൻ യുദ്ധത്തെ കുറിച്ചുള്ള പ്രവചന വചനം ഇതാകുന്നു. Armageddon battle will not be a nuclear war. ഹർമഗദോൻ യുദ്ധം ഒരു ശീതയുദ്ധമാവുകയില്ല. It will be a land war. അത് ഒരു കരയുദ്ധം തന്നെയായിരിക്കും. 200,000 horses will come from the east. 200,000 കുതിരകൾ കിഴക്കു നിന്നും വരും. They will come to surround Jerusalem. അവർ യെരൂശലേം വളയുവാൻ ഒന്നായി ചേരും. People began to wonder how in the modern time a country will gather horses. ഇന്നത്തെ കാലത്തിൽ ഈ നാളുകളിൽ ഒരു രാജ്യം എങ്ങനെ
കുതിരപ്പടയെ കൂട്ടിച്ചേർക്കുമെന്ന് ജനങ്ങൾ അതിശയിക്കുന്നു. Now they have found out. എന്നാൽ ഇപ്പോൾ അവർ കണ്ടെത്തിയിരിക്കുന്നു, Russia has got a regiment of horses. റഷ്യയ്ക്ക് ഒരു കുതിര പട ഉണ്ട്. If you count the horses of the whole world, സർവ്വലോകത്തിലെ കുതിരകളുടെ എണ്ണം എടുത്താൽ more than half the amount are with Russia. ഇപ്പോൾ അതിൽ പകുതിയിൽ ഏറെ കുതിരകൾ റഷ്യയിൽ ഉണ്ട്. Tell me how accurately God has told about this. ദൈവം ഈ നാളുകളെ കുറിച്ച് എത്ര സ്പഷ്ടമായി പ്രസ്താവിച്ചിരിക്കുന്നു എന്ന് കാണുവിൻ. Armageddon battle will be a land battle. ഹർമഗദോൻ യുദ്ധം ഒരു കര യുദ്ധം ആയിരിക്കും. How about the horses? They will come against Jerusalem. ഇത്രയും കുതിരകൾ, കുതിരപ്പടകൾ യെരൂശലേമിന് എതിരായി കൂടി വരും. And their weapons will be made with a particular metal called lingo stone. അവരുടെ ആയുധങ്ങൾ ലിംഗോ സ്റ്റോൺ എന്നുള്ള ഒരു പ്രത്യേക ലോഹ സങ്കരം കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും. That particular metal, ആ പ്രത്യേക ലോഹം, when you make a weapon, you can use it as a weapon, you can use it as a firewood. നിങ്ങൾക്ക് അതിനെ അതുകൊണ്ട് ഒരു ആയുധം ഉണ്ടാക്കിയാൽ അത് ആയുധമായി പ്രയോഗിക്കാം, വിറക് പോലെ കത്തിക്കുകയും ചെയ്യാം. And most of the weapons Russian army are having made out of lingo stone. റഷ്യൻ സൈന്യത്തിന്റെ ആയുധങ്ങൾ അധികവും ഇപ്പോൾ ലിംഗോ സ്റ്റോൺ കൊണ്ട് നിർമ്മിച്ചവയാകുന്നു. Third, they begin to wonder how in the modern war they will use bow and arrows. മൂന്നാമതായി ആധുനിക യുദ്ധ രംഗങ്ങളിൽ അവർ എങ്ങനെ അമ്പും വില്ലും ഉപയോഗിക്കുമെന്ന് ജനങ്ങൾ ചോദിക്കുന്നു. I told you Russians will come in horses. ഞാൻ പറഞ്ഞുവല്ലോ, റഷ്യക്കാർ കുതിരപ്പടയോട് കൂടെ ആകും വരിക. And they will have bows and arrows. അവരുടെ കയ്യിൽ അമ്പും വില്ലുകളും ഉണ്ടാവുകയും ചെയ്യും. From Britain they have already bought archery, bows and arrows from Britain already. ബ്രിട്ടനിൽ നിന്നും അവർ അമ്പുകളെയും വില്ലുകളെയും നേരത്തെ വാങ്ങി കഴിഞ്ഞിരിക്കുന്നു. Dear child of God, പ്രിയ ദൈവ പൈതലേ, you think that the coming of the Lord is very far. കർത്താവിന്റെ വരവെന്നുള്ളത് അതിവിദൂരതയിലുള്ള ഒന്നെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. But the world is getting ready for the Armageddon battle. എന്നാൽ ലോകത്ത് നോക്കുവിൻ, ലോകമോ ഹർമഗദോൻ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. In Revelation 19 chapter 17th verse, വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ ഒരു ദൂതൻ സൂര്യനിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവൻ ആകാശമധ്യേ പറക്കുന്ന സകല പക്ഷികളോടും രാജാക്കന്മാരുടെ മാംസവും സഹസ്രാധിപന്മാരുടെ മാംസവും വീരന്മാരുടെ മാംസവും കുതിരകളുടെയും കുതിരപ്പുറത്തിരിക്കുന്നവരുടെയും മാംസവും സ്വതന്ത്രന്മാരും ദാസന്മാരും ചെറിയവരും വലിയവരുമായ എല്ലാവരുടെയും മാംസവും തിന്മാൻ മഹാദൈവത്തിന്റെ അത്താഴത്തിന് വന്നു കൂടുവീൻ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. And I saw an angel standing in the sun, and he cried with a loud voice, saying to all the fowls that fly in the midst of heaven, come and gather yourselves together unto the supper of the great God. And next, and the flesh of mighty men, and the flesh of horses, and of them that sit on them, and the flesh of all men, both free and bond, both small and great. Armageddon battle will be a land battle. ഹർമഗദോൻ യുദ്ധം ഒരു കര യുദ്ധം ആയിരിക്കും. Israel cannot fight against such a great army. ഇത്രയ്ക്ക് ഒരു മഹാസൈന്യത്തോട് പോരാടുവാൻ ഇസ്രായേലിന് സാധ്യമല്ല. The Lord will slay them with the fire from his mouth, from the sword from his mouth. തന്റെ വായിലെ അഗ്നി കൊണ്ടും തന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന വാൾ കൊണ്ടും യഹോവയാം ദൈവം ശത്രുക്കളെ സംഹരിക്കും. Thousands and thousands people will be killed. ആയിരങ്ങൾ കൊല്ലപ്പെടും. And God is calling the birds of the air to come have a feast. ദൈവമോ പക്ഷികളെ നോക്കി വിരുന്നിന് വരുവിനെന്ന് ക്ഷണിക്കുന്നു. Now, ഇപ്പോൾ in the northern part of Israel, ഇസ്രായേലിന്റെ വടക്കൻ ഭാഗങ്ങളിൽ a special type of eagles are coming and populating. ഒരു പ്രത്യേകതരം കഴുകന്മാർ വന്ന് അവർ അവിടെ പെരുകിക്കൊണ്ടിരിക്കുന്നു. They are very big eagles. വളരെ വലിയ തരം കഴുകന്മാർ. Normally they used to lay only one egg. സാധാരണഗതിയിൽ കഴുകന്മാർ ഒരു മുട്ടയെ ഇടുകയുള്ളൂ. But now they are laying 4 eggs. എന്നാൽ ഈ കഴുകന്മാർ ഇവർ 4 മുട്ടകൾ വീതം ഇടുന്നു. Jewish rabbis are telling, യഹൂദ റബ്ബിമാർ പറയുന്നത്, they are waiting for Armageddon battle. ഇവർ ഹർമഗദോൻ യുദ്ധത്തിനായി കാത്തിരിക്കുന്നു. Dear child of God, പ്രിയ ദൈവ പൈതലേ, when you understand the prophecy, where are we now? ഈ പ്രവചനങ്ങളെ മനസ്സിലാക്കിയാൽ ഇപ്പോൾ നാം എവിടെ എത്തിയിരിക്കുന്നു എന്ന് കണ്ടെത്താമോ? Birds of the air, they are waiting for the Armageddon battle. ആകാശത്തിലെ പറവ ജാതികൾ പോലും ഹർമഗദോൻ യുദ്ധത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. Church of Christ has to be caught up before the Armageddon battle. എന്നാൽ ഹർമഗദോൻ യുദ്ധം വരും മുമ്പേ
ക്രിസ്തുവിന്റെ സഭ എടുത്തുകൊള്ളപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. So if the birds are waiting for the Armageddon battle, where is the time we have more? ഹർമഗദൻ യുദ്ധത്തിന് വേണ്ടി പക്ഷികൾ പോലും കാത്തിരിക്കുന്നെങ്കിൽ നമ്മുടെ മുൻപിൽ ശേഷിക്കുന്ന സമയം ഇനി എത്ര? Wake up, my dear child of God. എന്റെ പ്രിയ ദൈവ പൈതലോ, ഇളവേ, എഴുന്നേൽക്കുവിൻ. You may think the time is very long. No, the time is very, very short. സമയം സുദീർഘം, കാലം ഏറെ എന്ന് ചിന്തിക്കുന്നുണ്ടാകാം. ഇല്ല, സമയം ചുരുങ്ങി, കാലങ്ങൾ ഏറെ ഇല്ലാതെയായി തീർന്നിരിക്കുന്നു. Before the coming of the Lord, കർത്താവിന്റെ വരവിന് മുൻപായി the temple in Jerusalem must be built. യെരുശലേമിലെ ദൈവാലയം പണിയപ്പെടണം. Now, as I told you on the first day, ഒന്നാം ദിവസം ഞാൻ പറഞ്ഞതുപോലെ July 31, they have started to build the temple in Jerusalem. ജൂലൈ മാസം 31-ാം തീയതി അവർ യെരുശലേമിൽ ദൈവാലയത്തിന്റെ പണി ആരംഭിച്ചിരിക്കുന്നു. We do not know whether it's a fact or not. സത്യമോ ഇല്ലയോ എന്ന് നാം അറിയുന്നില്ല. But one thing I will tell you. എങ്കിലും ഞാൻ ഒരു കാര്യം പറയാം. Israel waited all these years because they feared the foundation of Solomon's temple will be in the place of the mosque. ശലോമോന്റെ ദൈവാലയത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇന്ന് ഇസ്രായേലിൽ കാണപ്പെടുന്ന മോസ്കിന്റെ അടിത്തട്ടിൽ ഉണ്ടാകുമോ എന്ന് ഭയന്നായിരുന്നു ഇത്രയും വർഷക്കാലം ഇസ്രായേൽ കാത്തിരുന്നത്. So they didn't want to destroy the mosque. അതുകൊണ്ട് അവർ ആ മോസ്ക് നശിപ്പിക്കുവാൻ ഇഷ്ടപ്പെട്ടില്ല. About 3 years back, 3 വർഷങ്ങൾക്ക് മുൻപേ they opened a tunnel under the mosque. അവർ ആ മോസ്കിന് അടിയിൽ കൂടെ ഒരു തുരങ്കം തുറന്നു. They told to other people it is for the tourist purpose. അത് വിനോദസഞ്ചാര ഉദ്ദേശത്തിന് വേണ്ടി മാത്രമെന്ന് അവർ മറ്റേവരോടും അത് പറഞ്ഞു. But Arabs knew the secret. എന്നാൽ ആ രഹസ്യം അറബികൾക്ക് അറിയാമായിരുന്നു. They went through the tunnel. ഇവർ ആ തുരങ്കത്തിൽ കൂടെ ചെന്നു. They found out the foundation of Solomon's temple was not under the mosque. ഈ മോസ്കിന്റെ അടിയിൽ ശലോമോന്റെ ദൈവാലയത്തിന്റെ അടിസ്ഥാനം ഇല്ല എന്ന് യഹൂദന്മാർ കണ്ടെത്തി. That mosque is in the place of Gentile area. ജാതികളുടെ പ്രാകാരത്തിന്റെ ഭാഗത്തിലായിരുന്നു ആ മോസ്കിന്റെ നിലകൊണ്ടിരുന്നത്. The holy place very far. വിശുദ്ധ സ്ഥലം അതിൽ നിന്നും വളരെ ദൂരെയായി. They were able to find out from instrument the exact place where the foundation was laid. ചില ഉപകരണങ്ങളുടെ സഹായത്തോടുകൂടെ ഈ ശലോമോന്റെ ദൈവാലയത്തിന്റെ അടിസ്ഥാനം ഇട്ടിരുന്ന കൃത്യമായ സ്ഥലത്തെ കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞു. So they can easily build. No country can object to them. അങ്ങനെയെങ്കിൽ ഇവർക്ക് അതിനെ അതിവേഗം ഇനി ആലയം പണിയാം വലിയ എതിർപ്പുകൾ ഇനി നേരിടുകയുമില്ല. It is very far from the Gentile area. കാരണം ജാതികളുടെ പ്രാകാരത്തിൽ നിന്നും അത് വളരെ വിദൂരതയിൽ നിലകൊള്ളുന്നു. They have already brought the stones from America. അവർ അമേരിക്കയിൽ നിന്നും അതിനുള്ള ദൈവാലയ നിർമ്മിതിക്കുള്ള കല്ലുകൾ കൊണ്ടുവന്ന് കഴിഞ്ഞതായി കരുതപ്പെടുന്നു. And they have opened a college. അവർ ഒരു കോളേജും ആരംഭിച്ചിരിക്കുന്നു. In that they are training up the priests. അവിടെ അവർ പുരോഹിതന്മാർക്ക് പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുന്നു. Because when they open the temple, കാരണം ദൈവാലയം തുറന്നാൽ they have to offer sacrifice. അവിടെ യാഗങ്ങൾ അർപ്പിക്കണം. Because Jews, they follow the law only. യഹൂദന്മാർ ഇന്നും ന്യായപ്രമാണം അനുസരിച്ച് വരുന്നവരാകുന്നു. So when they offer the sacrifice, that there must be priests. ആകയാൽ യാഗങ്ങൾ അർപ്പിക്കണമെങ്കിൽ പുരോഹിതന്മാർ ആവശ്യം. What for? എന്തിനു വേണ്ടി? Read Ezekiel 44:23. യെഹെസ്കേൽ 44:23. അവർ വിശുദ്ധമായതിനും സാമാന്യമായതിനും തമ്മിലുള്ള വ്യത്യാസം എന്റെ ജനത്തിന് ഉപദേശിച്ചു. മലിനമായതും നിർമ്മലമായതും അവരെ തിരിച്ചറിയുമാറാക്കണം. And they shall teach my people the difference between the holy and the profane, and cause them to discern between the unclean and the clean. The duty of a priest is to show the difference between the clean and the unclean. ഒരു പുരോഹിതന്റെ ചുമതല എന്തെന്ന് വെച്ചാൽ മലിനമായതിനും വിശുദ്ധമായതിനും തമ്മിൽ വ്യത്യാസം വെളിപ്പെടുത്തുക എന്നതാകുന്നു. For that they are training up the priests. അതിനുവേണ്ടി ഇന്നവർ ഇസ്രായേലിൽ പുരോഹിതന്മാരെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. And those who want to join that college, ആ കലാശാലയിൽ ചേരുവാൻ ആഗ്രഹിക്കുന്നവർ they must prove they are from the Aaronic tribe. തങ്ങൾ അഹരോന്യ ഗോത്രക്കാർ ആകുന്നു എന്നുള്ള വംശാവലി തെളിയിച്ചു കാണിക്കണം. If they confirm it, they can join the college. അത് ഉറപ്പിച്ച് തെളിയിക്കുവാൻ കഴിഞ്ഞാൽ കോളേജിൽ ചേരാം. In the year 1945 May, 1945 മെയ് മാസം in the Mount Moriah, മോറിയ മലയിൽ they first started the Jewish service. അവർ ആദ്യമായി ഒരു യഹൂദ ആരാധന ആരംഭിച്ചു.
today they are continuing the service. ഇന്നും അവർ അവിടെ ആരാധന തുടർന്നു വരുന്നു. That means prophetically we are very, very close now. അതായത് പ്രവചനപരമായി നാം വരവിനോട് ഏറെ ഏറെ അടുത്തിരിക്കുന്നു. Every time when you hear that Jesus is coming, it is an emotional preaching. യേശു വരുന്നു എന്ന് ഓരോ സമയവും നാം കേൾക്കുന്നു. അത് നമുക്ക് ഒരു വികാരപരമായ ദൂതായി ഭവിക്കുകയും ചെയ്യുന്നു. Today I have given you details by which you know that time is not very far. എന്നാൽ സമയം ഇനി ദീർഘം അല്ലെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ഞാൻ ഇന്ന് നിങ്ങൾക്ക് അതിന്റെ വിശദ അംശങ്ങൾ വെച്ച് കഴിഞ്ഞിരിക്കുന്നു. Second, after Christ comes and the bride is taken up, ക്രിസ്തു വന്ന് മണവാട്ടി ചേർക്കപ്പെട്ടതിനു ശേഷം 7-year tribulation, 7 വർഷങ്ങൾ പീഡാകാലം. By that time Antichrist will have the world rule. ആ കാലത്തിൽ എതിർ ക്രിസ്തുവിനാകും ലോക ഭരണം കൈവശമാവുക. Antichrist system is the world rule, not a single country like that. എതിർ ക്രിസ്തു എന്ന് പറയുന്നത് ഒരു ലോകൈക ഭരണം ആയിരിക്കും, ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ഭരണം എന്നല്ല. But in the kingdom of God, എന്നാൽ ദൈവ രാജ്യത്തിൽ every member has got importance. ഓരോ അവയവത്തിനും അതിന്റേതായ പ്രാധാന്യം ഉണ്ട്. But in Antichrist government, എന്നാൽ എതിർ ക്രിസ്തുവിന്റെ ഭരണകൂടത്തിൽ Antichrist is the ruler. എതിർ ക്രിസ്തുവാകുന്ന ഭരണാധികാരി. Nobody can speak against him. മറ്റാർക്കും തനിക്ക് വിരോധമായി സംസാരിക്കുവാൻ അനുവാദമില്ല. Nobody can buy or sell without his mark. തന്റെ മുദ്ര കൂടാതെ വിൽക്കുവാനോ വാങ്ങുവാനോ ആർക്കും സാധ്യവുമല്ല. Revelation 13 chapter 16. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറും മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയുമാക്കുന്നു. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. അത് ഒരു മനുഷ്യന്റെ സംഖ്യ എത്രേ? അതിന്റെ സംഖ്യ 666. And he causeth all, both small and great, rich and poor, free and bond, to receive a mark in their right hand or in their foreheads, that no man might buy or sell save he that had the mark or the name of the beast or the number of his name. Here is wisdom. Let him that hath understanding count the number of the beast, for it is the number of a man, and his number is 666. Without the number 666, no one can buy or sell. 666 എന്ന സംഖ്യയെ കൂടാതെ ആർക്കും തന്നെ വിൽക്കുവാനോ വാങ്ങുവാനോ സാധ്യമല്ല. In most of the thing we have got a website. ഏകദേശം എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു വെബ്സൈറ്റ് ഇപ്പോൾ ലഭ്യമാകുന്നു. www. 3 Wകൾ www എന്ന്. In Hebrew language, എബ്രായ ഭാഷയിൽ W is standing for number 6. W എന്ന അക്ഷരം 6 എന്ന സംഖ്യയ്ക്ക് പ്രതീകമാകുന്നു. www means 36. അങ്ങനെയെങ്കിൽ www ചേർത്ത് വായിച്ചാൽ 666. Already that system has entered into the world. അങ്ങനെയെങ്കിൽ ഈ സംഖ്യാഘടന നേരത്തെ ലോകത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. Without our knowledge we are using www. നാം പോലും അറിയാതെ www നാം ഉപയോഗിക്കുന്നില്ലയോ? But it is a number of the 666. എന്നാൽ ഇത് 666ന്റെ സംഖ്യയാകുന്നു. And they are wanting to make a world currency. ഇവർ അതിനെ ഒരു ലോകൈക നാണ്യമാക്കുവാനും വാഞ്ചിക്കുന്നു. They don't want dollar. അവർക്ക് ഡോളർ വേണ്ട. They don't want pound. അവർക്ക് പൗണ്ട് വേണ്ട. They don't want euro dollar. അവർക്ക് യൂറോ ഡോളറും വേണ്ട. They want to make a particular coin. അവർ ഒരു പ്രത്യേക സ്വന്തമായ നാണയത്തെ ഉണ്ടാക്കുവാൻ വാഞ്ചിക്കുന്നു. That coin's name is Asimeter. അതിന്റെ പേര് അസിമെറ്റ എന്നാകുന്നു. The president of Kazakhstan, പാകിസ്ഥാന്റെ പ്രസിഡന്റ്, he has already told we will find out one world currency. ഞങ്ങൾ ഏക ലോക നാണയത്തെ കണ്ടെത്തും, അതിനെ ഉണ്ടാക്കും എന്ന് താൻ പ്രസ്താവിച്ചു കഴിഞ്ഞിരിക്കുന്നു. One world government, ഒരു ഏക ലോക ഭരണം, one number, ഒരു ഏക ലോക സംഖ്യ, and one world currency. ഏക ലോക നാണയവും. Very soon we will be entering. അതിവേഗം നാം അതിലേക്ക് പ്രവേശിക്കും. So politically these signs is being fulfilled in our own time. ആകയാൽ നമ്മുടെ ഈ നാളുകളിൽ തന്നെ രാഷ്ട്രീയ തലങ്ങളിലും ഈ അടയാളങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുന്നു. As the Antichrist begin to rule, എതിർ ക്രിസ്തു ഭരിക്കുവാൻ തുടങ്ങുമ്പോൾ there will be a false prophet.
വ്യാജ കള്ള പ്രവാചകന്മാരും ഉണ്ടാകും. He will join with the Antichrist and do much harm to the children of God. അവൻ എതിർ ക്രിസ്തുവിനോട് കൈകോർത്ത് ദൈവസഭയ്ക്ക് അതിയായ ഉപദ്രവങ്ങൾ ഏൽപ്പിക്കും. In the year 1948, 1948 വർഷത്തിൽ when Israel became the state, ഇസ്രായേൽ സ്വതന്ത്ര രാജ്യമായി തീർന്നപ്പോൾ, in that very year, അതേ വർഷത്തിൽ there was a council called World Council of Churches formed. ലോക സഭ ഐക്യ സംഘടന എന്നുള്ള ഒരു സംഘടന ആ വർഷം തന്നെ സ്ഥാപിതമായി. And now it's one of the biggest council. ഇന്ന് നോക്കിയാൽ അത് ഏറ്റവും വലിയ ഒരു സഭാ സമിതിയായി മാറിയിരിക്കുന്നു. What are they teaching? അവരുടെ പ്രബോധനങ്ങൾ എന്തെല്ലാം? Jesus is not the way to experience salvation. രക്ഷ അനുഭവിക്കുവാനുള്ള മാർഗം വഴി യേശുവല്ല. You can worship Muhammad. നിങ്ങൾക്ക് മുഹമ്മദ് നബിയെ ആരാധിക്കാം. You can worship Buddha. നിങ്ങൾക്ക് ബുദ്ധനെ ആരാധിക്കാം. You can worship Krishna. നിങ്ങൾക്ക് കൃഷ്ണനെയും ആരാധിക്കാം. You can be saved. You can be saved. നിങ്ങൾക്ക് രക്ഷിക്കപ്പെടുകയും ചെയ്യാം. Second, 2, they don't believe in the virgin birth of Jesus Christ. അവർ യേശുവിന്റെ കന്യകാ ജനനത്തിലും വിശ്വസിക്കുന്നില്ല. They don't believe in the resurrection of Jesus Christ. അവർ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെയും വിശ്വസിക്കുന്നില്ല. Third, 3, when they had a conference opened അവർക്ക് ഒരു സമ്മേളനം ആരംഭിച്ചപ്പോൾ in Canada, കാനഡയിൽ World Council of Churches Convention, ലോക സഭ ഐക്യ സംഘടനയുടെ ഒരു കൺവെൻഷൻ, they called the Indonesian delegate a lady delegate. അവർ അതിന് ഇന്തോനേഷ്യൻ ഡെലിഗേറ്റ് എന്ന് വിളിച്ചു. They called the lady a delegate from Indonesia. ഇന്തോനേഷ്യയിൽ നിന്ന് ഒരു പ്രതിനിധി, ഒരു വനിതാ പ്രതിനിധി അവർ അതിനായി വിളിച്ചിരുന്നു. And she was asked to open up the conference. അവരോട് സമ്മേളനം ആരംഭിക്കുവാൻ അവർ ആവശ്യപ്പെടുകയും You ചെയ്തു. know how did she open it? ആ വനിത ആ സമ്മേളനം ആരംഭിച്ചത് എങ്ങനെയെന്ന് അറിയാമോ? Oh Mother of Earth, ഭൂമി മാതാവേ, Bhuma Deviye, ഭൂമി ദേവിയെ, in the conference open event. ഈ സമ്മേളനത്തെ ആരംഭിക്കണമേ. Usually we used to pray to the Lord, to the Spirit of the Lord to open a convention. സാധാരണഗതിയിൽ കർത്താവിനോടോ ദൈവാത്മാവിനോടോ ആയിരിക്കണം ഒരു കൺവെൻഷൻ ആരംഭിക്കുവാൻ പ്രാർത്ഥിച്ചു തുടങ്ങേണ്ടിയത്. They opened a Christian conference calling about the Mother Earth. എന്നാൽ ഒരു ക്രിസ്തീയ സഭാ സമ്മേളനമായിട്ട് പോലും അവർ ഭൂമി ദേവിയെ വിളിച്ചായിരുന്നു സമ്മേളനം തുടങ്ങിയത്. Dear brother, where are we today? പ്രിയ സഹോദര, ഇന്ന് നാം എവിടെ എത്തിയിരിക്കുന്നു? World government, ലോക ഭരണം, world church. ലോക സഭ ഐക്യം. False prophet will be the man who will assist the Antichrist. കള്ള പ്രവാചകന്മാർ ആയിരിക്കും എതിർ ക്രിസ്തുവിന് തുണയായി നിൽക്കുന്നവർ. So when you go on meditate on these things, ആകയാൽ ഈ കാര്യങ്ങൾ നിങ്ങൾ ധ്യാനിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ you will be wondering, where are we today? ഇന്ന് നാം എവിടെ എത്തിയിരിക്കുന്നെന്ന് ഒരുപക്ഷെ നിങ്ങൾ അമ്പരന്ന് പോയിരിക്കും. Now look at the whole world. ഇനി സർവ്വ ലോകത്തിലേക്കും ഒന്ന് നോക്കുവിൻ. A global warming coming up. എല്ലാ ഇടങ്ങളിലും ഒരു ആഗോള താപനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. They say Mount Everest, already 4 feet of snow is already being melted. എവറസ്റ്റ് കൊടുമുടിയിൽ നിന്നും 4 അടിയോളം മഞ്ഞ് ഉരുകി തീർന്നിരിക്കുന്നുവെന്ന് അവർ പറയുന്നു. More snow, when it is melted, it floods the ocean. മഞ്ഞ് ഉരുകും തോറും സമുദ്ര ജലനിരപ്പ് ഉയരുന്നു. And when then floods increase, ജലപ്രളയങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു. they say by 2010 most of the parts near Indian Ocean will be immersed. 2010 ആകുമ്പോഴേക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിന് അടുക്കലുള്ള തീരങ്ങൾ ഏറെക്കുറയും കടലിനടിയിൽ ആണ്ടു കഴിയുമെന്ന് അവർ പറയുന്നു. Already that is happening now. അതിപ്പോൾ തന്നെ സംഭവിച്ചു തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. So all over you find global warming. ആകയാൽ സർവ്വലോകത്തിലുമായി ആഗോള താപനമെന്ന പ്രതിഭാസം നാം കാണുന്നു. Floods, വെള്ളപ്പൊക്കങ്ങൾ, earthquakes, ഭൂകമ്പങ്ങൾ, famines, ക്ഷാമങ്ങൾ, wars and little wars and war between one nation to other nation, യുദ്ധങ്ങൾ, ജാതിയോട് പോരാടുന്ന ചെറിയ യുദ്ധങ്ങൾ, and സുനാമികളും. These are all negative signs. ഇവയെല്ലാം വിപരീത ഫലത്തെ വിളവാക്കുന്ന അടയാളങ്ങൾ. Our time does not permit me to tell each sign and tell you the detail. 8ാമത്തെ അടയാളത്തെ പറഞ്ഞ് വിശദമാക്കുവാൻ സമയം എന്നെ അനുവദിക്കുന്നില്ല. But negative signs, these are all we are seeing before our own eyes. വിപരീത ഫലത്തെ വിളവാക്കുന്ന ഈ അടയാളങ്ങളൊക്കെയും നമ്മുടെ കണ്ണുകൾക്ക് മുൻപാകെ ഈ നാൾക്കളിൽ നാം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. In Matthew's Gospel 24th chapter verse 14, മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ, രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി
ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. And this gospel of the kingdom shall be preached in all the world for a witness unto all nations, and then shall the end come. Now, when Paul and apostles were preaching the gospel, പൗലോസും മറ്റ് അപ്പോസ്തലന്മാരും സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ they could only cover up certain parts of Asia and certain parts of Europe. ഏഷ്യയുടെയും യൂറോപ്പ് ഭൂഖണ്ഡത്തിന്റെയും ചില ഭാഗങ്ങളിൽ സുവിശേഷം എത്തിക്കുവാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ. But now, എന്നാൽ ഇപ്പോൾ China has opened the door. ചൈന വാതിൽ തുറന്നു കഴിഞ്ഞു. Russia has opened the door. റഷ്യയും വാതിൽ തുറന്നു കഴിഞ്ഞു. In Gobi Desert, missionaries have gone and preached the gospel. ഗോപി മരുഭൂമിയിലും സുവിശേഷകന്മാർ ചെന്ന് സുവിശേഷം പ്രസംഗിച്ചു കഴിഞ്ഞു. Amazon jungle, sister evangelist, lady evangelist have gone down to the Amazon jungle and preached the gospel. ആമസോൺ കാടുകളിലും വനിതാ സുവിശേഷ പ്രവർത്തകർ ഇറങ്ങി ചെന്ന് അവിടെ ഉള്ളവരോടും സുവിശേഷം അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. Almost all over the world, ഏകദേശം ലോകത്തിൽ എല്ലാ ഇടങ്ങളിലും gospel is being preached. സുവിശേഷം പ്രസംഗിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. Two of my friends went to what they call Orissa. എന്റെ രണ്ട് സുഹൃത്തുക്കൾ ഒറീസയിലേക്ക് പോയി. They walked 40 kilometers. 40 കിലോമീറ്റർ നടന്നുപോയി. They found out some origin tribals. അവർ അവിടെ ചില മൂല ഗോത്ര വംശജരെ കണ്ടെത്തി. These tribals were rejoicing in the spirit of God. അവർ കണ്ടെത്തിയ ആ ആദിവാസി ഗോത്രങ്ങൾ ആത്മാവിൽ സന്തോഷിക്കുന്നവരായി അവർ കണ്ടു. They were speaking in tongues. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നവരായിരുന്നു. They were standing for divine healing. ദൈവിക രോഗശാന്തിക്കായി നിലനിൽക്കുന്നവരുമായിരുന്നു. They say, who had brought this gospel to these ഇവർ people? ചോദിച്ചു, ഈ സുവിശേഷം ആർ നിങ്ങൾക്ക് എത്തിച്ചു തന്നു? God has done it. ദൈവം അത് ചെയ്തിരിക്കുന്നു. In all over the world, ലോകത്തിൽ എമ്പാടുമായി daily 10,000 people are receiving the Holy Spirit. ദിനം പ്രതിയും 10,000-ഓളം ജനങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. Total amount of Pentecostal people all over the world is more than 52 crores. ലോകത്തിൽ എമ്പാടുമായി പെന്തക്കോസ്തുകാരായ ജനങ്ങളുടെ എണ്ണം എടുത്താൽ ഇന്ന് അത് 52 കോടിയിൽ പരമുണ്ട്. And more than that, അതിനേക്കാൾ അധികമുണ്ട്. God is now fulfilling the sign. ദൈവം ഈ അടയാളവും നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. When the gospel is preached to every nation, the end will come. സുവിശേഷം സകല ജാതികളോടും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. One of our pastor went to China. നമ്മുടെ ഒരു പാസ്റ്റർ ചൈനയിലേക്ക് പോയി. He was taken to the deep inner region of China. ചൈനയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് താൻ കൊണ്ടു ചെല്ലപ്പെട്ടു. About 2 o'clock in the morning, അതിരാവിലെ 2 മണിക്ക് more than 800 believers were there. 800-ൽ പരം വിശ്വാസികളായ ദൈവമക്കൾ അവിടെ കൂടിയിരുന്നു. They came and showed their faces, their backs, their chests. അവർ വന്ന് അവരുടെ മുഖത്തെയും തങ്ങളുടെ പുറത്തെയും തങ്ങളുടെ നെഞ്ചിനെയും എല്ലാം കാണിച്ചു കൊടുത്തു. Scars, അടയാളങ്ങൾ എല്ലായിടങ്ങളിലും, wounds, മുറിവുകൾ. They were filled with the joy of the Lord. അവർ ആ അവസ്ഥയിൽ ദൈവത്തിന്റെ സന്തോഷത്താൽ നിറയപ്പെട്ടവരായിരുന്നു. They told pastor, give us a message. അവർ പറഞ്ഞു, പാസ്റ്റർ ഞങ്ങൾക്കൊരു ദൂത് നൽകണമേ. Pastor Selvaraj told, പാസ്റ്റർ സെൽവരാജ് പറഞ്ഞു, how can I tell message to these people who suffered so much for the Lord? ക്രിസ്തുവിന് വേണ്ടി ഇത്രയധികം കഷ്ടം അനുഭവിച്ച ഈ ജനതയോട് ഞാൻ ഇനി എന്ത് പറയേണ്ടു? Dear brother, പ്രിയ സഹോദര, the time is very short. സമയം ഏറെ ചുരുങ്ങിപ്പോയി. In one particular city, ഒരു പ്രത്യേക നഗരത്തിൽ 80,000 people have received the Holy Spirit. 80,000 ജനങ്ങൾ അഭിഷേകം പ്രാപിച്ചിരിക്കുന്നു. God is doing the final work. ദൈവമോ തന്റെ അന്തിമ ഘട്ട പ്രവൃത്തിയെ ചെയ്തുകൊണ്ടിരിക്കുന്നു. Now you have to get ready. നിങ്ങൾ അതിനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുവോ? 2 things you have to do it. നിങ്ങൾ 2 കാര്യങ്ങൾ ചെയ്യണം. Read Ephesians 6 chapter 12th verse. എഫേസ്യ ലേഖനം 6-ാം 12-ാം വാക്യം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ For we wrestle not against flesh and blood, but against principalities, against powers, against the rulers of the darkness of this world, against spiritual wickedness in high places. 4 types of powers are working against the church of God. ദൈവസഭയ്ക്ക് വിരോധമായ 4 വിധമായ ശക്തികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. One is principalities. ഒന്ന് വാഴ്ചകൾ. Every country is ruled by one particular demon. ഓരോ രാജ്യവും ഒരു പ്രത്യേക സാത്താനാൽ നിയന്ത്രിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. Second, powers. 2 അധികാരങ്ങൾ.
power, every district is governed by one particular demon. ഓരോ സംസ്ഥാനവും ഒരു പ്രത്യേക സാത്താനാൽ നിയന്ത്രിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. Third, powers of darkness. 3 അന്ധകാരത്തിന്റെ ലോക അധിപതികൾ. That is why many of you suffer due to sickness. അതുകൊണ്ടാകുന്നു നിങ്ങളിൽ അനേകരും രോഗബാധിതരായി വലയുന്നത്. Sudden accidents happen. പെട്ടെന്നുള്ള അപകടങ്ങൾ സംഭവിക്കുന്നു. These are all from the powers of darkness. ഇവയെല്ലാം അന്ധകാരത്തിന്റെ ലോക അധിപതികൾ നിമിത്തമാകുന്നു. Their target is servants of God must fall down, meet with accident and die. അവരുടെ ലക്ഷ്യം ദൈവ ശുശ്രൂഷകർ അപകടത്തിൽ പെട്ട് വീണ് മരിക്കണം. And fourth, 4, spiritual wickedness. സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന. You begin to pray, you begin to kottave vittu. നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു, നിങ്ങൾക്ക് കോട്ടുവായി വരികയും ചെയ്യുന്നു. You begin to read the Bible, you are unable to read the Bible. വേദപുസ്തകം വായിക്കുവാനായി തുറക്കുന്നു, വായിക്കുവാൻ കഴിയുന്നില്ല. Yesterday by 12:30, ഇന്നലെ രാത്രി 12:30 മണിക്ക് I got up. ഞാൻ എഴുന്നേറ്റു. Up to 1:30 or 2 o'clock, 1:30 മണി 2 മണി വരെ was in prayer. ഞാൻ പ്രാർത്ഥനയിലായിരുന്നു. But many a time, എന്നാൽ പലപ്പോഴും when you are sleeping, you just allow the sleep to overpower you. ഉറങ്ങുമ്പോൾ ഉറക്കം നിങ്ങളെ നിയന്ത്രിക്കുവാൻ, നിദ്രയുടെ ആത്മാവ് നിങ്ങളെ പിടിച്ചടക്കുവാൻ നിങ്ങൾ വിട്ടുകൊടുക്കുന്നു. You are in the meeting, നിങ്ങൾ യോഗ സ്ഥലത്തിലാകുന്നു, but yet your mind is wandering about. എങ്കിലും മനസ്സ് പലയിടങ്ങളിലും ചുറ്റി അലയുന്നു. These are all spiritual wickedness. ഇതെല്ലാം ദുഷ്ടാത്മ സേനകളത്രേ. These 4 fight against you and me. ഈ 4 വിധ ശക്തികളും നിങ്ങൾക്കും എനിക്കും വിരോധമായി But we പോരാടിക്കൊണ്ടിരിക്കുന്നു. are going to bind that power. എന്നാൽ നാമോ ഈ ശക്തിയെ ബന്ധിക്കുവാൻ പോകുന്നു. Shall we close our eyes? നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. In the name of Jesus Christ of Nazareth, നസറായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ let us bind the power of the demon. നമുക്ക് പിശാചിന്റെ ശക്തിയെ ബന്ധിക്കാം. Let all the spiritual wickedness what against you be cast away immediately. നിങ്ങൾക്ക് വിരോധമായി പ്രവർത്തിക്കുന്ന സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകളൊക്കെയും തൽക്ഷണം വിട്ട് പോകുമാറാകട്ടെ. How many believe it? എത്ര പേർ അതിനെ വിശ്വസിക്കുന്നു? Close your eyes. കണ്ണുകളെ അടയ്ക്കുവേ. Open your mouth. വായുകളെ തുറക്കുവേ. In the name of Jesus Christ of Nazareth, നസറായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ we bind the power. ഞങ്ങൾ ആ ശക്തിയെ ബന്ധിക്കുന്നു. We bind the power in India. ഞങ്ങൾ ഇന്ത്യയിൽ വ്യാപരിക്കുന്ന ശക്തിയെ ബന്ധിക്കുന്നു. We bind the power in Kerala. കേരളത്തെ ഭരിക്കുന്ന ശക്തികളെ ബന്ധിക്കുന്നു. We bind the power in Kottarakara. കൊട്ടാരക്കരയെ വാഴുന്ന ശക്തികളെ ബന്ധിക്കുന്നു. We bind the power in every home that is disturbing. ഓരോ ഭവനത്തിലും വ്യാപരിക്കുന്ന ദുഷ്ട ശക്തികളെ ബന്ധിക്കുന്നു. We bind it. ഞങ്ങൾ അതിനെ ബന്ധിക്കുന്നു. We bind it. ഞങ്ങൾ അതിനെ ബന്ധിക്കുന്നു. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ Get out, get out. പുറത്തു പോകാം. Rala bala basuna da bala bala. Chala bala batuda tuda da bakara bala. Chamania tuda tuda. Amen, 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 amen. Dira bakara batuda. Hallelujah. Rala bala batuda. Chala bala batuda. Chala bala batuda tuda da bala. Dira bakara tuda da bakara. Hallelujah. ഹല്ലേലൂയ. Now read Mark's Gospel 13 chapter 33. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 33-ാം വാക്യം വായിക്കാം. ആ കാലം എപ്പോഴെന്ന് നിങ്ങൾ അറിയായകൊണ്ട് സൂക്ഷിച്ചുകൊള്ളുവിൻ, ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ. Take ye heed, watch and pray, for ye know not when the time is. These are the signs of the last days. അന്ത്യനാളുകളുടെ അടയാളങ്ങൾ ഇവയെല്ലാം ആകുന്നു. Now one thing Jesus told was, യേശു അരുളി ചെയ്ത ഒരു കാര്യം, watch and pray. ഉണർന്നിരിപ്പിൻ, പ്രാർത്ഥിപ്പിൻ. In Ezekiel 9th chapter, യെഹെസ്കേൽ 9-ാം അധ്യായത്തിൽ 4 to 6 we find. 4 to 6. 44 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു. That God told the angel to put a mark upon those who sigh for their abomination in the city of Jerusalem. യെരൂശലേമിലെ മ്ലേച്ഛകൾ നിമിത്തം നെടുവേർപ്പെട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റികളിൽ മുദ്രയിടുവാൻ തന്റെ ദൂതനോട് യഹോവ കൽപ്പിച്ചു. And behind it another angel came. അതിന് പിന്നാലെ മറ്റൊരു ദൂതനും വന്നു. He was cutting all those who don't have the mark. മുദ്രയില്ലാത്തവരൊക്കെയും താൻ സംഹരിച്ചുകൊണ്ടിരുന്നു. The Antichrist mark is already in the world now. എതിർ ക്രിസ്തുവിന്റെ മുദ്ര ഇപ്പോഴേ ലോകത്തിൽ വന്നു കഴിഞ്ഞു. But in your forehead, എന്നാൽ നിങ്ങളുടെ നെറ്റിയിൽ there must be a mark of the Lord.
അവിടെ ദൈവത്തിന്റെ ഒരു മുദ്ര ഉണ്ടായിരിക്കണം. The mark of the Lamb of God. ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ മുദ്ര നമ്മുടെ നെറ്റികളിൽ ഉണ്ടായിരിക്കണം. When you can get it? നിങ്ങൾക്ക് എപ്പോഴാകും അത് കിട്ടുക? When you watch and pray. ഉണർന്ന് പ്രാർത്ഥിക്കുമ്പോൾ. When if you are not praying, നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ that forehead will be empty. And the netti കാലിയായി മാത്രം ആ നെറ്റി and the mark ഇരിക്കും. പ്രാർത്ഥിക്കുന്നവരുടെ നെറ്റികളിൽ മാത്രമേ ദൈവത്തിന്റെ ആ മുദ്ര ഉണ്ടാവുകയുള്ളൂ. And the mark ഇല്ല, ആ മുദ്ര അവിടെ ഇല്ലെങ്കിൽ 666 മാർക്ക് സീക്രം ഉങ്ങളുടെ നെറ്റിയിൽ വരും. അതിവേഗം 666 എന്ന മുദ്രയാകും നിങ്ങളുടെ നെറ്റികളിൽ മേൽ വന്നെത്തുക. അതിനാൽ ഉണർവോമാ. ആകയാൽ നമുക്ക് ഉണരാം. ജപത്തിലെ ഉണർവോമാ. നമുക്ക് പ്രാർത്ഥനയിൽ ഉണർവുള്ളവരായി തീരാം. ജപത്തിൽ വിളിച്ചിരിപ്പോമാ. പ്രാർത്ഥനയിൽ ഉണർന്നിരിക്കാം. ആണ്ടവരേ ഉറങ്ങുന്നത് പോതും. കർത്താവേ ഞാൻ ഉറങ്ങിയത് മതി. ഞാൻ ഉണരട്ടെ. ഞാൻ ഉണരുമാറാകട്ടെ. ദൈവത്തിന്റെ വചനത്തെ നാം കേട്ടുവിട്ടോം. ഞാൻ ദൈവത്തിന്റെ വചനത്തെ കേട്ടിരിക്കുന്നു. Now there's a time for you to wake up and to pray. എഴുന്നേൽക്കുവാനും പ്രാർത്ഥിക്കുവാനും നിങ്ങൾക്കുള്ള സമയം ഇപ്പോൾ ഇതാകുന്നു. യേശുവിൻ നാമം വിജയിക്കട്ടെ. സാത്താന്റെ കോട്ടകൾ തകർന്നിടട്ടെ. യേശുവിൻ നാമം വിജയിക്കട്ടെ. സാത്താന്റെ കോട്ടകൾ തകർന്നിടട്ടെ. സുവിശേഷത്തിൽ കൊടിയുയരട്ടെ. നാമധേയ സത്യങ്ങൾ ഉണർന്നിടട്ടെ. സുവിശേഷത്തിൽ കൊടിയുയരട്ടെ. നാമധേയ സത്യങ്ങൾ ഉണർന്നിടട്ടെ. രക്ഷകരേശുവിൻ പ്രിയജനമേ, രക്ഷാദൂതൻ പടകുവാൻ ഉണർവോടെ മുൻപോട്ട് പോകുക നാം. പോകുക നാം, പോർവീര നാം. രക്ഷകരേശുവിൻ പ്രിയജനമേ, രക്ഷാദൂതൻ പടകുവാൻ ഉണർവോടെ മുൻപോട്ട് പോകുക നാം. യേശുവിൻ നാമം വിജയിക്കട്ടെ. സാത്താന്യ കോട്ടകൾ തകർന്നിടട്ടെ. യേശുവിൻ നാമം വിജയിക്കട്ടെ. സാത്താന്യ കോട്ടകൾ തകർന്നിടട്ടെ. യേശുവിൻ നാമം കൊടിയുയരട്ടെ. നാമധേയ സത്യങ്ങൾ ഉണർന്നിടട്ടെ. യേശുവിൻ നാമം വിജയിക്കട്ടെ. സാത്താന്യ കോട്ടകൾ തകർന്നിടട്ടെ. 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 Let us pray. പ്രാർത്ഥിക്കാം. കർത്താവേ, നല്ല സമയത്തിനായി അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയാർ തിരുസന്നിധിയിൽ വന്ന സമയം മുതൽ ഇതുവരെയും നീ ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരുന്നതിനാൽ സ്തോത്രം. ഞങ്ങൾക്ക് ആവശ്യമായ ആലോചനകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി ഞങ്ങളുടെ മേൽ വർഷിപ്പിച്ചതിനാൽ സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളിൽ, അന്ത്യനാളുകളിൽ നിന്റെ വരവിന് മുൻപായി നിറവേറേണ്ട കാര്യങ്ങൾ ഒന്നൊന്നായി നിറവേറിക്കൊണ്ടിരിക്കുന്നുവെന്ന് പക്ഷമായി നീ ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. സ്തോത്രം. ഇനി അല്പകാലം മാത്രമേ ഞങ്ങൾക്കായി ശേഷിച്ചിട്ടുള്ളൂ എന്നും കർത്താവേ നിന്റെ വരവേറ്റവും അടുത്തിരിക്കുകയാണെന്നും ലോക സംഭവങ്ങളിൽ നിന്നും സാക്ഷ്യമായി നീ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതിനാൽ സ്തോത്രം. ആയതിനാൽ ഈ അന്ത്യനിമിഷങ്ങളിൽ കർത്താവേ വിശുദ്ധിയെ തികച്ചുകൊണ്ട് ഉണർന്ന് എല്ലായ്പ്പോഴും നിന്റെ വരവിനായി ഒരുങ്ങിയിരിക്കാൻ ഞങ്ങൾക്ക് സഹായിക്കണമേ. അന്ത്യനാളിന്റെ അടയാളങ്ങൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. കാഹളം ശബ്ദം ഏതു നേരവും മുഴക്കപ്പെടുന്ന നാടുകളിലേക്ക് വന്നിരിക്കുകയാണല്ലോ. ആയതിനാൽ എല്ലാ മാലിന്യങ്ങളെയും വിട്ട് വിശുദ്ധിയെ തികഞ്ഞ് ഉണർന്ന് നിന്റെ വരവിനായി ഒരുങ്ങിയിരിക്കാൻ എല്ലാവർക്കും സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിച്ചുകൊള്ളുന്നു.
Now may the grace of the Lord, the love of God, and the sweet fellowship of the Holy Spirit may rest and abide with us until Jesus comes in glory. Hallelujah! Hallelujah!